सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा सिद्धिर्भवतु मे सदा. गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा मृतङ्गमय. ॐ शान्ति शान्ति शान्तिः. നമസ്തേ നമസ്തേ, ഗുഡ് ഈവനിങ്. കേൾക്കാമല്ലോ അല്ലേ എല്ലാവർക്കും? ഓഡിയോ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആറാമത്തെ അധ്യായം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആറാമത്തെ അധ്യായം ധ്യാനയോഗം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ദാറ്റ് ഈസ് നമ്മളുടെ വി ആർ ഗോയിങ് ടു നെയിം ഇറ്റ് ആസ് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ഒരു ഫോക്കസ്ഡ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെ, മനസ്സിനെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള നമ്മളുടെ മാനസികവും പുറമേയുള്ള ഓൾ ദി എന്താ പറയുക ആക്ഷൻസ് ഇൻ ദി ഔട്ട്സൈഡ് വേൾഡ് ആസ് വെൽ ആസ് ദ മെൻ്റൽ സ്റ്റേറ്റ് ഇൻ വിച്ച് യു കണ്ടക്ട് ദ വർക്ക്, അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് 3, 4, 5 അധ്യായങ്ങളിൽ പറഞ്ഞത്. സെൽഫ്ലെസ്നെസ്സും നോളജ് ബേസ്ഡ് സെൽഫ്ലെസ്നെസ് ആൻഡ് ദെൻ നോളജ് ബേസ്ഡ് റിനൗൺസിയേഷൻ എന്ന് പറയുന്ന 3 സ്റ്റേജുകളിലൂടെ കടന്ന് വാട്ട് യു ആർ അച്ചീവിങ് ത്രൂ ദോസ് 3 stages ഈസ് നത്തിങ് ബട്ട് എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് in concentrating and focusing on the work that you are doing and in whatever you are doing. അപ്പോൾ അത് ഏത് സ്റ്റേറ്റിൽ, ഇപ്പോൾ നമുക്ക് ഒരു സ്പിരിച്വൽ ആംഗിളിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സന്യാസത്തിന് പോയിട്ട് ഇരിക്കുന്ന അവസ്ഥയിൽ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടുള്ള അവസ്ഥ മെഡിറ്റേറ്റീവ്സ്. അത് അങ്ങനെ. അതല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, വിത്ത് സെൽഫ്ലെസ്നെസ്, higher goal setting and complete detachment from the results of those actions, then we are going to get into a state of flow in whatever we are doing, which is the hallmark of a perfectionist. അപ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആവണം എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവിലല്ല നമ്മൾ ആ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ വി വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം പെർഫെക്റ്റ്. അപ്പോൾ ആ ഒരു 5th 6th അതിൻ്റെ ഒരു ഫൈനർ സ്റ്റേജസിലേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഫൈൻ ട്യൂണിങ്, അതാണ് നമ്മൾ മെഡിറ്റേറ്റീവ് ഫ്ലോയിലേക്ക് എത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ധ്യാനയോഗത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗം, അതിൽ അർജുനൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. മാനസികമായിട്ടുള്ള വെൻ ഫേസ്ഡ് വിത്ത് ചാലഞ്ചസ് നമ്മളൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് അർജുന വിഷാദ യോഗത്തിൽ പറഞ്ഞത്. ആൻഡ് ദെൻ രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു സമ്മറി ഓഫ് ഭഗവത്ഗീത വാസ് ഗിവൺ വേർ ശ്രീകൃഷ്ണ talked about knowledge, jnana yogam, then he talked about karma yoga, and then finally bhakti yoga,
and the state of perfection. അതിനെ പറ്റിയിട്ട് ഓവറോൾ ഭഗവത്ഗീതയുടെ ഒരു സമ്മറി രണ്ടാമത്തെ അധ്യായത്തിൽ തന്നു. ആൻഡ് ദെൻ ഇൻ ദ തേർഡ് കൃഷ്ണ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് കർമ്മയോഗ. കർമ്മയോഗത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ടു അച്ചീവ് സെൽഫ്ലെസ്നെസ് ഇൻ ആക്ഷൻ. അപ്പോൾ അത് സെൻസ് ഓഫ് ഡ്യൂട്ടി, റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലീഡർഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് വെൻ യു ആർ അൺസെൽഫിഷ് എക്സെട്ര were given. And then in the fourth, knowledge-based selflessness was talked about, where he talked about sacrifice as the fundamental element on which Brahman is rooted, and the fundamental aptitudes and the four types of people were mentioned. Then he talked about attached action and detached action and forbidden action. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ, അതിൻ്റെ വേർതിരിവുകളെ പറ്റിയിട്ട് സംസാരിച്ചു. And then he talked about how the self, infinite self, gets transformed into our thoughts and then finally into actions. അപ്പോൾ ഈശ്വരത്വം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഈശ്വരത്വം നമ്മളുടെ ഉള്ളിൽ കൂടെ പ്രവർത്തിച്ച്, നമ്മളുടെ മനസ്സ്, ബുദ്ധി, ശരീരത്തിൽ കൂടെ പ്രവർത്തിച്ച് പുറമേ നമ്മുടെ ചിന്തകൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെ മാറുന്നു എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ആൻഡ് അത് നമുക്ക് ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ദാറ്റ് വി നീഡ് ടു മേക്ക് സാക്രിഫൈസസ്. സാക്രിഫൈസാണ് ഫണ്ടമെൻ്റൽ ആയിട്ട് മനുഷ്യൻ ഈശ്വരത്വത്തിലേക്ക് വരുവാൻ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പോൾ എക്സ്റ്റേണൽ സാക്രിഫൈസസ് ആൻഡ് ഓൾസോ നോളജ് സാക്രിഫൈസ്, പുറമെ ബാഹ്യമായിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡിസിപ്ലിൻസ് ആൻഡ് അതർ സാക്രിഫൈസസ്, അത് കൂടാണ്ട് ജ്ഞാനം ഉപയോഗിച്ചിട്ടുള്ള സാക്രിഫൈസസ്, നോളജ് സാക്രിഫൈസിനെ പറ്റിയിട്ടും 4ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ആൻഡ് ദെൻ he went on to the 5th chapter, which is karma sannyasam, which is the renunciation of the results of actions. It is not about renouncing actions, but it is about renouncing your eye on the results or the results of the actions. ഇതിനെപ്പറ്റി റിനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വെക്കലല്ല, അത് കിട്ടുന്നത് എന്തോ അത് പ്രസാദഭാവത്തോടുകൂടി അനുഭവിക്കുക എന്നുള്ളതാണ് കർമ്മ സന്യാസം. സെൽഫ്ലെസ്നെസ് ലീഡ്സ് ടു റിനൗൺസിയേഷൻ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് സെൽഫ്ലെസ്നെസ് ലീഡ്സ് ടു റിനൗൺസിയേഷൻ ടു ലിമിറ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ലിബറേഷൻ, ഫ്രീഡം ഫ്രം ലിമിറ്റേഷൻസ്. So selflessness is the root. From there you reach renunciation. Now, of course, knowledge, injecting knowledge, renunciation leads to limitlessness. About that limitlessness, when you actually reach that state of renunciation, you will be blessed with the vision of unity in diversity. എല്ലായിടത്തും പ്രപഞ്ചം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൻ്റെയൊക്കെ അന്തർധാര ആ ഈശ്വര തത്വം, എല്ലാവരിലുമുള്ള ഈശ്വര തത്വം തന്നെയാണെന്നുള്ള ബോധം ഉണ്ടാവും. അതാണ് വിഷൻ ഓഫ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് എ റിനൗൺസിയേഷൻ റിസൾട്ട്സ് ഇൻ പീസ് ആൻഡ് ലിബറേഷൻ വൈൽ ലിവിങ്. അതാണ് ലിബറേഷൻ വൈൽ ലിവിങ്, അതാണ് കർമ്മസന്യാസം. നമ്മളെ ജീവിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ മുക്തി ഉണ്ടാവുക എന്നുള്ളതാണ് കർമ്മസന്യാസം. സോ അതാണ് 5 അധ്യായങ്ങളിലൂടെ നമ്മൾ എത്തിയത്. ഇനി ഇതുകൊണ്ടുണ്ടാവുന്ന ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 6ാമത്തെ അധ്യായം ധ്യാനയോഗം. അപ്പോൾ അതിനു മുമ്പ് സോ ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട്, നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ സമ്മറി കണ്ടു, ഒന്നും കൂടി നമുക്ക് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് പറയുന്നു. സെൽഫ്ലെസ്നെസ് ലീഡ്സ് ടു റിനൗൺസിയേഷൻ ടു ലിമിറ്റ്ലെസ്നെസ്, ആൻഡ് thereby you are blessed with the vision of unity in diversity, and that results in peace, fulfillment and liberation while living. അതാണ്. സോ ബേസിക്കലി സെൽഫ്ലെസ്നെസ് ഈസ് ഈക്വൽ ടു റിനൗൺസിയേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ 5ാമത്തെ അധ്യായത്തിൽ ഫസ്റ്റ് പോർഷനിൽ നമുക്ക് പറഞ്ഞു തന്നത്. ആൻഡ് ദെൻ ഹൗ റിനൗൺസിയേഷൻ ഈസ് ലീഡിങ് യു ടു ലിമിറ്റ്ലെസ്നെസ്, ആൻഡ് ദാറ്റ് ലിമിറ്റ്ലെസ്നെസ് വിച്ച് enables the vision of unity in diversity, and ultimately that the process of renunciation as a path to perfection. അതാണ് 5ാമത്തെ അധ്യായത്തിൻ്റെ കണ്ടന്റ്. സോ അതിൻ്റെ സമ്മറിയാണത്, വിച്ച് ഐ ഹവ് പോസ്റ്റഡ്, ആൻഡ് ഐ ഹോപ്പ് യു വുഡ് ഹാഡ് എ ലുക്ക് അറ്റ് ഇറ്റ് ഓൾസോ. സോ അതെല്ലാം 29 ശ്ലോകങ്ങളുടെ സമ്മറിയാണത് 5ാമത്തെ അധ്യായത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് So what were we talking about? We were talking about the various the process of karma yoga in terms of practice of selflessness, the knowledge-based fine-tuning of the selflessness that is within you, and then liberation through renunciation of the results for the actions, resulting in a state of flow in action. അതാണ് കർമ്മയോഗം. അപ്പോൾ അതിൻ്റെ അവസാനത്തെ പോർഷനാണ് ഇപ്പോൾ നമ്മളത് കാണാൻ പോകുന്നത്. This state of flow is the meditative state. So therefore we have to understand what this meditative state of flow is. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം.
അതിനു മുമ്പ് അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടതിനനുസരിച്ചിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഈസ് റിക്വയർഡ്, മനസ്സിന് നമുക്ക് ഉണ്ടാക്കേണ്ടതായിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിന് ടു റീച്ച് എ സ്റ്റേറ്റ് ഓഫ് മെഡിറ്റേഷൻ. ഒന്ന് സെൽഫ്ലെസ്നെസ്. അപ്പോൾ നമ്മൾ ആ 1, 2, 3, 4, 5 എല്ലാ അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്നതിൻ്റെ മെയിൻ ഒരു സാരാംശമാണത്. സെൽഫ്ലെസ്നെസ്, ഫോക്കസ് ഓൺ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, ആത്മനിർവൃതിയിലേക്ക് സെൽഫ്ലെസ്നെസ് ആയിട്ട് ചെയ്യാം, പക്ഷേ അത് ആത്മനിർവൃതിക്ക് കൂടി ഉതകുന്ന വിധത്തിലായിരിക്കണം. അപ്പോൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിലേക്ക് വരും. ആൻഡ് ഡിസിൻക്ലൈൻഡ് ടു ടെംപ്റ്റേഷൻസ്. അപ്പോൾ ടെംപ്റ്റേഷൻസ് വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള റിനൻസിയേഷൻ നമുക്ക് ആവശ്യമാണ്. ആൻഡ് നോളജ് ബേസ്ഡ് ഹയർ ഗോൾ സെറ്റിംഗ്. ഗോൾസ് പേഴ്സണൽ ഗോൾസ് അല്ല, ഹയർ ഗോൾസ്. ദ ഹയർ ദ ബെറ്റർ, ദ മോർ ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ബെനിഫിറ്റഡ് ദ ബെറ്റർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ബീയിങ് ഫിയർലെസ് ഇൻ ദാറ്റ് ആൻഡ് പീസ്ഫുൾ. അൾട്ടിമേറ്റ്ലി ഫിയർലെസ് ആൻഡ് പീസ്ഫുൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇതിലേക്ക് എത്തിച്ചേരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇനി അതിൻ്റെ ഒരു പ്രോസസ്സ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് 5ാമത്തെ അധ്യായത്തിൽ 6ാമത്തെ അധ്യായത്തിൽ. എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഈസ് characterized by faith, determination, productivity and the fertility to spark creative thoughts. അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി മാറുന്നത്. കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, അതും വെറും കർമ്മങ്ങളല്ല, സെൽഫ്ലെസ് ആയിട്ടുള്ള കർമ്മങ്ങൾ, ടു ദ ബെറ്റർ ഓഫ് അതേഴ്സ്, ടു ദ ബെറ്റർമെൻറ്റ് ഓഫ് അതേഴ്സ് എന്നൊക്കെ പറയുന്ന ഇതും ആസ് ക്രിയേറ്റീവ് ആസ് പോസിബിൾ. വി ഷിൽ ബി സീയിങ് ഇൻ ഡീറ്റെയിൽ എവറി ആസ്പെക്ട് ഓഫ് മെഡിറ്റേഷൻ ടു റീച്ച് ദാറ്റ് സ്റ്റേജ്. The purpose of meditation, the nature of meditation and the various prerequisites for reaching that. അതൊക്കെയാണ് ഈ 6ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ ഇറ്റ്സ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈൻഡിനെ പറ്റിയിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ആലോചിക്കാം. അതിൻ്റെ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് മനസ്സിലാക്കണമെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഓരോ എലമെൻസിനെ പറ്റിയിട്ട് നമുക്ക് ശരിക്കും ക്ലിയർ ഒരു ഗ്രാഹ്യം ഉണ്ടാവണം. അതാണ് നമ്മൾ ഇത്രയും നാൾ കേട്ടിരുന്നത്. അതൊന്നും കൂടി സമറൈസ് ചെയ്യണം. അൺസെൽഫിഷ്നെസ്. വാട്ട് ഡു യു മീൻ ബൈ അൺസെൽഫിഷ്നെസ്? Unselfishness is that state of mind where you are not motivated by sense pleasures, emotions, ideations of your intellect and the whims and fancies of this mind and intellect. അതൊന്നും അതിൽ നിന്ന് അത് എൻ്റെ ഇഷ്ടത്തിന്, എൻ്റെ ആവശ്യങ്ങൾക്ക് എന്ന് പറയുന്ന വിധത്തിൽ അതിൻ്റെ പുറകെ പോവാണ്ട് ഇരിക്കുവാനായിട്ടുള്ള മാനസികാവസ്ഥ, അതാണ് അൺസെൽഫിഷ്നെസ് എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസ് ഓൺ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്, അത് ആത്മനിർവൃത്തി, അതായത് മോട്ടിവേറ്റഡ് ബൈ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ്? സെൻസ് ഓഫ് ഡ്യൂട്ടി വേണം, ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം, പിന്നെ ക്വാളിറ്റിയിൽ അധിഷ്ഠിതമായിരിക്കണം, ആൻഡ് പ്രോഗ്രസ് ആൻഡ് എൻഹാൻസ്മെൻറ്റ്, എൻറിച്ച്മെൻറ്റിൽ അധിഷ്ഠിതമായിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ് മീൻസ് യു ആർ ഫോക്കസ്ഡ് ഓൺ ദ ജോയ്സ് ഓഫ് ദ സെൽഫ്. ഈ കാര്യങ്ങൾക്ക് പുറകെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ, അല്ലാണ്ട് എക്സ്ട്രിൻസിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ റിവാർഡ്സിന് വേണ്ടിയിട്ട് ആയിരിക്കരുത് പ്രവർത്തനങ്ങൾ, ഒക്കെ ഇന്നർ റിവാർഡ്സിന് വേണ്ടിയിട്ടാണ്. അതാണ് ഫോക്കസ് ഓൺ ദ ജോയ്സ് ഓഫ് ദ സെൽഫ് എന്ന് പറയുന്നത്. ദെൻ ഡിസിൻക്ലൈൻഡ് ടു ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഇൻക്ലൈൻഡ് ടു ടെംപ്റ്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? ബ്രൂഡിങ്, ബീയിങ് ഫേംലി കമ്മിറ്റഡ് ഓൺ വാട്ട് യു ഹാവ് ടു, വാട്ട് ദ ഗോൾ ഇസ്, ആൻഡ് ബീയിങ് പെർസിസ്റ്റൻ്റ് അബൌട്ട് ഇറ്റ്. അത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി പോകാനും പാടില്ല. ഇങ്ങനെ ആദ്യം ഞാൻ വരിക്കും ഇന്ന് മുതൽ ഞാൻ അങ്ങനെ ആവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആദ്യം അങ്ങനെയല്ല. യു ബീയിങ് പെർസിസ്റ്റൻ്റ് ഇൻ ദാറ്റ് ആൻഡ് ദെൻ ഫോക്കസ്ഡ് ഓൺ ദാറ്റ്. അതാണ് ഡിസിൻക്ലൈൻഡ് ടു ടെംപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഹയർ ഗോൾ സെറ്റിംഗ്, മോട്ടിവേറ്റഡ് പ്യുവർലി ബൈ സസ്റ്റൈനബിൾ ഗോൾസ്. അപ്പോൾ ഇൻക്ലൂസീവ് മൈൻഡ് സെറ്റ് ആൻഡ് ലോഫ്റ്റി ഐഡിയൽസ്. അപ്പോൾ ആ ഒരു എക്സ്പാൻസീവ് മൈൻഡ് സെറ്റാണത്. ദാറ്റ് ഈസ് വാട്ട് ഹയർ ഗോൾ സെറ്റിംഗ് ഈസ് ഓൾ അബൌട്ട്. ആൻഡ് ഫിയർലെസ്, ഫേംലി റൂട്ടഡ് ഇൻ ദ സട്ടിൽ ഇൻ്റലക്ട്. അത് നമ്മളുടെ വെറും ഗ്രോസ് ഇൻ്റലക്റ്റോ മൈൻഡോ ഇമോഷൻസ് ആൻഡ് സെൻസസ് അല്ല, അതിൻ്റെ മുകളിൽ ഉള്ള സട്ടിൽ ആയിട്ടുള്ള ഇൻ്റലക്റ്റ്, ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു വിസ്ഡം, അതിൽ റൂട്ടഡ് ആയിട്ടിരിക്കുന്നതിനെയാണ് ഫിയർലെസ്നെസ് എന്ന് പറയുന്നത്. അത് ധീരൻ ആയിട്ടിരിക്കണം, അതാണ് ഫിയർലെസ്. ധീയിൽ രമിക്കുന്ന ആൾ എന്നാണ്. ഏതാണ് ധീ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ്റലക്റ്റിനെയാണ് പറയുന്നത്. വാട്ട് ഇൻ്റലക്ട്? ദ സട്ടിൽ ഇൻ്റലക്ട്. ധീയിൽ രമിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുന്ന ഒരാളാണ് ധീരൻ എന്ന് പറയുന്നത്. സോ ഫിയർലെസ്, ധീരത. ആൻഡ് പീസ്ഫുൾ, അൺഅജിറ്റേറ്റഡ്, നോൺ അജിറ്റേറ്റിംഗ്. വി വിൽ നോട്ട് ബി അജിറ്റേറ്റഡ്, വി വിൽ നോട്ട് create agitation in the minds of others. We equanimous and equipoised, balanced in intellect and mind എന്നുള്ള സ്റ്റേറ്റാണ് പീസ്ഫുൾ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഗേറ്റിലെത്തുന്നത്. പിന്നെ then you understand what meditative state is, and then you get a full picture of how you can achieve this state of flow while you are living in this gross world, മെറ്റീരിയൽ വേൾഡ്. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട്, ജീവിതത്തിലത്തെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അനുഭവിച്ചുകൊണ്ട്, ചെയ്തുകൊണ്ട്, തീർത്തുകൊണ്ട് നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള
ആ ഒരു പ്രോസസ്സ്, അതാണ് ഈ കർമ്മയോഗം. സോ ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഗീത ഈസ് ടീച്ചിങ് us. So what do we have to do? We have to have the fire to stick to renunciation. അതായത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോവാണ്ട് അതിനെ തടുത്ത് നിർത്തി പിടിച്ചു നിർത്താനായിട്ടുള്ള ഫയർ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ദ ഫയർ ടു ഫൈറ്റ് ദ ഈവിൾ, അല്ലേ? അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ പറയുന്നതാണ്, യു ഷുഡ് ഹാവ് ദ ഫയർ ടു ഫൈറ്റ് ദിസ് ചാലഞ്ചസ്. So that fire to stick to renouncing the results of actions but doing your duties. Renouncing likes and dislikes. And that is what selfless action is all about. Renunciation, equanimity and state of flow. അതാണ് summary. അതൊന്നും കൂടി പിന്നെ I am repeating it because then we will get to know what Gita is teaching us. അപ്പോൾ it is all about self-direction. Directing your own self. Self-direction. Self-effort. You have to put in self-effort for that. Self-effort. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫ്രേസ്, നമുക്കൊരു മന്ത്രം ഇവിടെ 6ാമത്തെ അധ്യായത്തിൽ തരുന്നുണ്ട്. റേസ് യുവർ സെൽഫ് ബൈ ദ സെൽഫ്. ഉദരേത് ആത്മനാത്മാനം എന്നുള്ളതാണ്. അതിന് വരും. വിൽ ടോക്ക് അബൌട്ട് ദാറ്റ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ, ഈ സെൽഫ് ക്യാൻ ഹെൽപ്പ് യു ടു ബ്രിങ് യു ഡൗൺ ഓൾസോ. സെയിം സെൽഫ് നമുക്ക് ബ്രൂഡ് ചെയ്ത് നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോയി ആ താഴത്തേക്ക് കൊണ്ടുപോകുന്നതും അതും സെൽഫ് തന്നെയാണ്. ബട്ട് വാട്ട് ഗീത ഈസ് ടീച്ചിങ് us, നോ, യൂസ് ദ സെൽഫ് നോട്ട് ടു പുഷ് യു ഡൗൺ ദ ഗോർജ് ഓഫ് ഡിസാസ്റ്റർ, ബട്ട് റേസ് യുവർ സെൽഫ് ബൈ ദ സെൽഫ്. അതിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള എഫേർട്ട്, അതിനുള്ള ഫയർ പവറാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതാണ് ആ സെൽഫ് എഫേർട്ട്. ആ സെൽഫ് എഫേർട്ടിനെ ഡയറക്റ്റ് ചെയ്യണം. സോ ദ ഹോൾ പ്രോസസ് ഈസ് അബൌട്ട് സെൽഫ് ഡയറക്ഷൻ with self-control, serenity and equanimity. Self-control, serenity, leading you to equanimity. Self-control. You have to control yourself and with peaceful mind, etc., so that you are not agitated, which means you bring your mind to an equanimous state. Fixed in the equanimous, what do you mean by fixing it in that equanimous state? Adine engane, how can you reach that? You can reach that only through practice, persistence and consistency. Practice, പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസ്. അതെന്ന് പറയുന്ന ഈ വഴി കൂടെ മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. യു ഹാവ് ടു പെർസിസ്റ്റ് വിത്ത് ഇറ്റ്. സെൽഫ് എഫേർട്ട് എങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് യു ഹാവ് ടു പെർസിസ്റ്റ്. ഐ ഹാവ് ടു ഡു ഇറ്റ് ആൻഡ് ഡു ഇറ്റ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എടുത്തിടണം. വേറെ ആരും നമുക്കൊരു ചാട്ടവാറടിച്ച് വേറെ നമ്മുടെ പുറകിൽ ഒരാളുണ്ടാവില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണം ഉള്ള ആ ശക്തിയെ നമ്മൾ തന്നെ പുറത്തേക്ക് എടുക്കണം. ആൻഡ് ഫോർ ദാറ്റ് യു ഹാവ് ടു പ്രാക്ടീസ്. ചെറിയ സംഗതികൾ, ചെറിയ തുടക്കങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിൽ നിന്ന് ഈ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണം. ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് മാത്രമേ പോകാനായിട്ട്. സോ ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കംസ് അപ്പ് ആൻഡ് ദെൻ ആൻഡ് മേക്സ് ഇറ്റ് കേപ്പബിൾ ഓഫ് ഡൂയിങ് വാട്ട് എവർ യു വാണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ എന്തൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടോ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിന്. പക്ഷേ ഈ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് നമ്മൾ പറയുന്ന കമാൻഡുകളെ അത് സ്വീകരിക്കുവാനും അത് മനസ്സിലാക്കാനും പറ്റുന്നൊരു സ്റ്റേറ്റിലേക്ക് ആദ്യം എത്തണം. എന്നാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഡംബ് തിങ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ദർ ഈസ് എ ബിറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ. അത് പവർ കിട്ടുമ്പോൾ അത് ഉടനെ വരും. എന്നിട്ട് അതാണ് പിന്നെ റെഡി, ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും റെഡി കമാൻഡ് അക്സെപ്റ്റ് ചെയ്യാനും എന്നിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ കോഡ് വിച്ച് ഈസ് ഓൾറെഡി ഇൻ ദ ആൻഡ് വിച്ച് ഡസ് നോട്ട് ഗോ ഓഫ് ഈവൻ വെൻ യു സ്വിച്ച് ഓഫ് ദ കമ്പ്യൂട്ടർ. പവർ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും പോകാത്തതായിട്ടുള്ളൊരു കോഡുണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട്സ്. അതിനെ ബൂട്ട് സ്ട്രാപ്പിംഗ് കോഡ് എന്നാണ് പറയുക നമ്മൾ. എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിലത്തെ സെൽഫ് നമ്മുടെ ബൂട്ട് സ്ട്രാപ്പിംഗ് കോഡാണ്. അതിനെ എടുക്കണം പുറത്തേക്ക്, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ബൂട്ട് സ്ട്രാപ്പ് എന്നുള്ള പേര് വരാൻ കാരണം സം ഓഫ് യു മേനോ ഈ ഷൂസ് ഇടുമ്പോൾ ഷൂസിനെ നമുക്ക് ഇങ്ങനെ കാല് കയറ്റി കഴിഞ്ഞിട്ട് വലിച്ചിടാൻ വേണ്ടി പുറകിലൊരു ഒരു 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 ലൂപ്പുണ്ട്. ഒരു ലൂപ്പ് പുറകിൽ മറ്റേ നമ്മുടെ ആങ്കിളിൻ്റെ അവിടെ മുകളിൽ പുറകുവശത്ത് ഒരു ലൂപ്പുണ്ട്. അതിങ്ങനെ അത് വലിച്ചിട്ടക്കെന്ന് വലിച്ചാൽ മതി. അപ്പോൾ അത് ബൂട്ട് സ്ട്രാപ്പാണ്. അത് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയും അതിനെ. അതുകൊണ്ടാണ്. അപ്പോൾ അത് വിച്ച് ഹെൽപ്സ്, ബൂട്ടിൽ തന്നെയുള്ള സാധനമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതേമാതിരി ഉള്ള കോഡ് നമ്മളെ കമ്പ്യൂട്ടറിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് ബൂട്ട് സ്ട്രാപ്പിംഗ് കോഡ് എന്ന് പേര് വന്നു. അത് ഫ്രം ദിസ് അതർ. അപ്പോൾ അനാലജീസ്. ഓക്കെ, ആ അനാലജി ഉപയോഗിച്ചിട്ട് ഈ ബൂട്ടിൻ്റെ പുറകിലുള്ള ലൂപ്പ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, സെൽഫ്. ആ സെൽഫിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുള്ള സെൽഫ് എഫേർട്ട് ഇടണം ത്രൂ പ്രാക്ടീസ്, പെർസിസ്റ്റൻസ് ആൻഡ് കൺസിസ്റ്റൻസി. And how do you practice? Restrained. How do you practice restrained, discipline and moderation, etc. is what the subject of this chapter is. Consciously disengaging from sources of union with pain.
റിപ്പീറ്റഡ് പ്രാക്ടീസ് എന്നൊക്കെ പറയുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മളത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി ഇപ്പോൾ വാട്ട് ആർ വി ഗോയിങ് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ അതിന് മുമ്പ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ പെർട്ടിനൻറ്റ് ടു ലുക്ക് അറ്റ് വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഇൻ ദിസ് ഇൻ അവർ എന്താ പറയുക, ക്രേനിയൽ അരീന എന്നൊക്കെ പറയാം. അതായത് നമ്മളിങ്ങനെ സ്റ്റേഡിയം അരീന അല്ല, അവിടെ ഈ ബുൾ ഫൈറ്റിനൊക്കെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ക്രേനിയത്തിൻ്റെ ഉള്ളിൽ ഒരു ദർ ഇസ് എ ഫീൽഡ് ദാറ്റ് ഈസ് ദർ, ക്ഷേത്രം. ദ ക്ഷേത്ര ഇൻ വിച്ച് വി ആർ വർക്കിംഗ് ഈസ് റൈറ്റ് ഇൻസൈഡ് ദ ക്രേനിയത്തിൻ്റെ ഉള്ളിലാണ് ദ ബ്രെയിൻ. അതിൻ്റെ ഉള്ളിൽ ഹൗ ഡസ് ഇറ്റ് ആക്ച്വലി ഡു തിങ്സ്. അപ്പോൾ അതിനെ ഷേപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഗീതയിൽ പറഞ്ഞു തരുന്നത്. So basically it is all about നമ്മൾ we have two paths maybe, എന്ത് സംഗതി ചെയ്യുമ്പോഴും there are two things that fights between the Kauravas and the Pandavas, the black and the white. അതിൻ്റെ ഫൈറ്റിൽ when the power of the self starts, bootstraps, kicks, and then we have to force that, and then what happens is it sometimes goes this way, the black way, sometimes goes this black way. അതാണ് സംഭവിക്കണേ. വേർ ദ റിസൾട്ട് ഈസ് അബൌട്ട് സാഡ്നെസ്, ഷെയിം, ഡിസ്ഗസ്റ്റ്, ആങ്കർ, ഫിയർ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സർവൈവൽ, ഓർ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫ്ലൈറ്റ് ഓർ ഫ്ലീ ഇമോഷൻസ്, ഫൈറ്റ് ഓർ ഫ്ലീ ഇമോഷൻസ് അല്ലേ. എന്താണ് അത് അതിൻ്റെ ഒരു അതിൽ നിൽക്കുന്ന അതുകൊണ്ടുണ്ടാവുന്ന സാഡ്നെസ്, ഷെയിം, ഡിസ്ഗസ്റ്റ്, ആങ്കർ, ഫിയർ, ഈ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാം. അതെങ്ങനെ കൊണ്ടുപോകുന്നത്? അത് നൗ ദ സയൻസ് സേസ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു ഹോർമോൺ, okay, which is generated within the brain, which actually pushes the self. Actually സെൽഫ് ആ കോർട്ടിസോൾ കൂടുതലാണെങ്കിൽ കോർട്ടിസോളുമായിട്ട് ചേർന്നിട്ട് ഇറ്റ് ജസ്റ്റ് ടേക്സ് ദാറ്റ് പാത്ത് നമ്മളുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ at that point what is required is not to go through that route. അപ്പോൾ എന്താ വെച്ചാൽ that route is all BMI directed, body mind intellect directed, doubts, indecision, impulsiveness, and resisting goodness, impulsive behavior. എനിക്കറിയാം, I know it, but I cannot change എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റ് ചെയ്യുന്ന മൈൻഡ്, ഇതൊക്കെ കോർട്ടിസോൾ ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ഇൻഡൾജൻസ് നമുക്കറിയാം തെറ്റാണ് ഇത്, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. അപ്പോൾ ലസ്റ്റ് അത് ആൻഡ് അതർ കൈൻഡ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് സ്റ്റഫ്, ആൻഡ് ദെൻ യു ഇൻഡൾജ് ഇൻ ഇറ്റ് ഈവൻ നോയിങ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഗുഡ്, നോട്ട് ഗുഡ്, അപ്പോഴും വിൽ സ്റ്റിൽ ഡു ദാറ്റ്. കോർട്ടിസോൾ ഈസ് ടേക്കിംഗ് കൺട്രോൾ. ഡിസ്ട്രാക്ഷൻസ്, ബ്രൂഡിങ്, അതൊക്കെ ബ്രൂഡ് ചെയ്യുമ്പോൾ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഹാപ്പൻ. ഗീതയിൽ നമ്മൾ 262-63 രണ്ടാമത്തെ അധ്യായത്തിൽ 62-60 ladder of fall, all those happens. So we become selfish, we become focused on pleasures, we are inclined to selfish temptations, we are prone to setting personal and selfish goals, and fearful, etc., ruffled and distressed. അങ്ങനത്തെ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന റിയാക്ഷൻസ് ആണ് നമ്മൾ എന്താണ്. അപ്പോൾ വെൻ യു ആർ സെൽഫിഷ്, അഗെയിൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ സെൻസ് പ്ലഷേഴ്സ്, ഇമോഷൻസ്, ഐഡിയാസ്, whims and fancies, mind, feelings, motivated by senses and mind, pleasures of the BMI, agitations of the mind. Focus is on that, and inclined to temptations, attracted to brooding, becoming non-committal, vacillating, doubt. Personal goal setting, motivated purely by selfishness, limited goals, non-inclusive mindset, limited ideals. അങ്ങനത്തെ നമ്മുടെ ഒരു പരോക്യലായിട്ടുള്ള തിങ്കിങ്, സെൽഫിഷ് ആയിട്ടുള്ള തിങ്കിങ്, ഇതൊക്കെ ആയിട്ട് മാറുന്നു. ഫിയറിങ്, വാസിലേറ്റിംഗ്, അൺഡിസൈഡഡ്, ഹോപ്പ്, ഡെസ്പയർ, സ്വിങ്, ടെന്യൂവസ് ആൻഡ് ബ്രൂഡിങ് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. റഫിൾഡ് ആൻഡ് ഡിസ്ട്രസ്, റിഗ്രറ്റ്ഫുൾ, ആങ്ഷ്യസ്, അജിറ്റേറ്റഡ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് നമ്മളെ സെൽഫ് നമ്മളെ എത്തിക്കുന്നത്. ഓൺലി ഇഫ് യു ഡോണ്ട് പുട്ട് സെൽഫ് എഫേർട്ട് ടു റേസ് യുവർ സെൽഫ് ടു ദിസ് ലെവൽ. അപ്പോൾ എന്താ ചെയ്യുക, വെൻ യു റിയലി സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് സ്മോൾ, ഇനീഷ്യൽ സെൽഫ് എഫേർട്ടിനെ എടുത്തിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക. റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ ടു ഗോ ആഫ്റ്റർ ദാറ്റ് ബ്രൂഡിങ് ഓർ നെഗറ്റീവ് ടെൻഡൻസീസ്. ആദ്യം ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ നോ, ഐ വിൽ നോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റത് ചെയ്യുക.
സെൽഫ് എഫേർട്ട് ടു റെസിസ്റ്റ് ദ ടെംപ്റ്റേഷനിലേക്ക് കിടക്കുക. ആദ്യം ഇനീഷ്യലായിട്ടൊരു സെൽഫ് എഫേർട്ട് ഇടുക, ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ടെംപ്റ്റേഷൻസ് വരുന്നതിനെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു 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 എഫേർട്ട്, സെൽഫ് എഫേർട്ട്. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫയറിങ് ദിസ് പാത്ത്. അപ്പോൾ അറ്റ് ദിസ് സം പോയിന്റ്സ് യു മേ ഹാവ് ടു റെസിസ്റ്റ് ടെംപ്റ്റേഷൻസ്. ഇവിടെ നിന്ന് പെട്ടെന്ന് മറ്റേതിലേക്ക് സ്ലിപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വരും നമുക്ക് പലപ്പോഴും. നമ്മളിങ്ങനെ ടെംപ്റ്റേഷൻസ് റെസിസ്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റീവിലേക്ക് കടന്ന് വന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ബും ആദ്യം പോയി വി ഗോ ബാക്ക് ഇൻ ടു നെഗറ്റിവിറ്റി. അത് അങ്ങനത്തെ ഒരു ഇത് വരാം. അപ്പോൾ അവിടെയും റെസിസ്റ്റ്, സെൽഫ് എഫേർട്ട്, പുട്ട് ഇൻ ദ സെൽഫ് എഫേർട്ട്, റെസിസ്റ്റ് ദീസ് അട്രാക്ഷൻസ്, അവിടുത്തെ ടെംപ്റ്റേഷൻസ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് യുവർ the neurotransmitter, the hormones inside your brain starts changing to, വേറെ ഓക്സിറ്റോസിൻ അങ്ങനെയുള്ള ഹോർമോൺസ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ, നോർ ആഡ്രിനലിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ റിയാക്ഷൻ അത് നമ്മളുണ്ടാക്കുന്നതല്ല, നമ്മളെ ബ്രെയിൻ ഉണ്ടാക്കുന്നത് ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ, നോർ ആഡ്രിനലിൻ. ആൻഡ് നമ്മളുണ്ടാക്കുന്ന നമ്മളുടെ പ്രവർത്തനം എന്താ? സെൽഫ് എഫേർട്ട്, റെസിസ്റ്റിംഗ് ടെംപ്റ്റേഷൻസ് ആൻഡ് റെസിസ്റ്റിംഗ് അട്രാക്ഷൻസ് ആൻഡ് ഇമ്പൾസസ്. അത് ഇങ്ങനെ ചെയ്തുമ്പോൾ ഇങ്ങനെ ഈ സാധനം കൂടുതൽ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും, ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ. ആൻഡ് ദ റെസ്റ്റ് ഈസ് ഓട്ടോമാറ്റിക്. അത് നമ്മളൊന്നും ചെയ്യേണ്ട. വാട്ട് ഈസ് ദാറ്റ്? ലവ്, ട്രസ്റ്റ്, ജോയ്, എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വികാരങ്ങൾ ഇമോഷനിലേക്ക് വരുന്നത് നമ്മൾ ഉണ്ടാക്കലല്ല. അത് നമ്മളതിനെ സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കുന്നില്ല. ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഈസ് ടു പുട്ട് സെൽഫ് എഫേർട്ട്, റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ഇമ്പൾസസ് എക്സെട്ര ആൻഡ് ഫൈറ്റ്. അപ്പോൾ ഓക്സിറ്റോസിൻ തന്നെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും, കോർട്ടിസോളിൻ്റെ ഇത് കുറയാൻ തുടങ്ങും. അങ്ങനെ ഇൻ ദ മൈൻഡ് ഇറ്റ് റിഫ്ലക്ട്സ് ആസ് ലവ്, ട്രസ്റ്റ്, ജോയ്, എക്സൈറ്റ്മെൻറ്റ്, അറ്റാച്ച്മെൻറ്റ്, അഫിലിയേഷൻ ഇമോഷൻസ് ആയിട്ട് മാറുന്നു. ആൻഡ് ദാറ്റ് അപ്പോൾ അത് ആൻഡ് ദെൻ യു കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഇറ്റ് ത്രൂ സെൽഫ് ഡയറക്ഷൻ, equipoise, equanimity, reflection, restraint, discipline, moderation, focus, etc. comes to your mind. Consistent, persistent, etc. Fight. അപ്പോൾ തിക്കായി അത്. മറ്റേ കണക്ഷൻസ് become weaker. You become selfless, not influenced by sense pleasures, etc. You become focused on the joys of the self, ആത്മനിർവൃതിയിൽ, motivated by the duty, dharma, quality, progress, etc. Disinclined to temptations, not going after, brooding and firmly entrenched and committed and persistent to your positive goals. Motivated purely by sustainable goals, higher goal setting, inclusive mindset, lofty ideals, and fearless, firmly rooted in the subtle intellect which is controlling your brain chemistry. Brain chemistry is getting controlled now through your self-effort, purely through self-effort. Roam and helping you to roam in the expansive field of happiness and joy. ആനന്ദത്തിൽ, സച്ചിദാനന്ദത്തിലേക്ക് ലയിക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ആത്മനിർവൃതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആദ്യം ഫൈറ്റ് ചെയ്യണം. ബുദ്ധിമുട്ട് ആദ്യം തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഞാൻ തോറ്റുപോയില്ലേ, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്നൊക്കെയുള്ള ചിന്തകൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതല്ല, വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ് ഗോൾ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓവറോൾ ഗോൾ, അതിലേക്ക് ഫൈറ്റ് ചെയ്ത് വരുമ്പോൾ, അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ടേസ്റ്റ് വരാൻ തുടങ്ങും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട് മനസ്സിന്. I am free. And then you start expanding and you start to enjoy things that you thought that you cannot. അതിനു മുമ്പ് അങ്ങനെ ഉള്ളൊരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. So this is basically the process of self-direction. Tapping your self-effort. How do you tap your self-effort? അപ്പോൾ നമ്മൾ ചെയ്യാനൊന്നുമില്ല. Self-effort. Resist temptations. Resist impulses. Keep on doing that with persistency, consistency. And fight it. And soon you will find the brain takes control. Cortisol inhibit. Cortisol generation is inhibited and oxytocin, dopamine are enabled. Generation of these chemicals are enabled in our brain. അപ്പോൾ അത് വേറെ ചില സംഗതികളുണ്ട്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്. അനബോളിക് സ്റ്റീറോയിഡ്സ് ആൻഡ് കാറ്റബോളിക് സ്റ്റീറോയിഡ്സ്, അതിൻ്റെ റേഷ്യോയിലൊക്കെ വരെ വ്യത്യാസങ്ങൾ വരും. ആ റേഷ്യോ ഇഫ് യു ക്യാൻ increase the ratio, then it becomes positive, you become positive. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാനായിട്ട് അല്ല, ആ റേഷ്യോ ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ ഒക്കെ കൂട്ടണം, കോർട്ടിസോൾ കുറയ്ക്കണം. അപ്പോൾ അതെങ്ങനെ അതിന് ചെയ്യാൻ എങ്ങനെ സെൽഫ് എഫേർട്ടാണ്. വാട്ട് ഈസ് ഇത് വലിയ സെൽഫ് എഫേർട്ട് ഇല്ലാണ്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കുറേയൊക്കെ. അതാണ് സാധാരണ ഇപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന് ഡിപ്രഷനൊക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയിക്കോളൂ, അവർ ശരിയാക്കി തരും.
അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ മരുന്ന് തരും. ഈ പറയുന്ന ഓക്സിറ്റോസിൻ, ഡോപ്പാമിൻ അതൊക്കെ കൂട്ടിത്തരാനായിട്ടുള്ള ചില ടാബ്ലറ്റ്സ് ഒക്കെ തരും. അത് കഴിക്കുമ്പോൾ നമുക്കൊരു സുഖമൊക്കെ തോന്നും. പക്ഷേ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഈസ് അതിൻ്റെ വെൻ യു ഗെറ്റ് യൂസ്ഡ് ടു ദാറ്റ്, യു ബിക്കം അഡിക്റ്റഡ് ടു ദാറ്റ്, ആൻഡ് ദ ബ്രെയിൻ ഈസ് becomes incapable of producing oxytocin, dopamine or adrenaline by itself. That is the problem. അപ്പോൾ ഓഫ് കോഴ്സ് ഇഫ് ബ്രെയിനിന് തന്നെ വളരെയധികം എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക, അങ്ങനെയുള്ള കേസുകളിൽ ഫിസിക്കൽ ഡിഫക്റ്റ് ബ്രെയിനിന് അത് വളരെ റെയർലി ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ വല്ല സൈക്കാട്രിസ്റ്റ് പോകുമ്പോൾ അവർ അതിനെ ചെയ്യണം, ദാറ്റ് ഈസ് ഫൈൻ. ഞാൻ പറയണത് അതല്ല, നോർമൽ കേസിൽ വെൻ യു സേ ഐ ആം ഡിപ്രസ്ഡ്, ഐ ആം സാഡ്, ഐ കനോട്ട് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റുകളിൽ അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അങ്ങനെ സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഈസ് ഓൾ വിതിൻ യുവർ മൈൻഡ്. ജസ്റ്റ് പുട്ട് യുവർ സെൽഫ് എഫേർട്ട്. ആ ഈശ്വരൻ ബൂട്ട് സ്ട്രാപ്പിംഗ് കോഡിനെ പുറത്തേക്ക് എടുക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി അത് ചെയ്യണം. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ബാലൻസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ആക്ച്വലി വി വിൽ സീ ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് ഓൾസോ. ബട്ട് അപ്പോൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് പുഷ്, ഗെയിൻ മൊമെൻറ്റം, കിക്ക് സ്റ്റാർട്ട്, സ്പീഡ് അപ്പ്, ഗെയിൻ കൺട്രോൾ ആൻഡ് ക്രൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറ് സ്റ്റാർട്ടായില്ല, എന്ത് ചെയ്യുക? തള്ളുക, സെൽഫ് എഫേർട്ട് കൊടുക്കുക. അതാണ് തള്ളുക. ആ തള്ളലാണ് ഇനീഷ്യൽ സെൽഫ് എഫേർട്ട്. തള്ളി ഗെയിൻ മൊമെൻറ്റം, സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്പീഡ് അപ്പ്, ഗെയിൻ കൺട്രോൾ, ക്രൂസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പിന്നെ പോകാൻ പറ്റും. ആ ഇനീഷ്യൽ വണ്ടി സ്റ്റാർട്ടാവില്ല, എന്താ ചെയ്യുക? തള്ളണം. ദാറ്റ് ഈസ് സെൽഫ് എഫേർട്ട്. നമ്മൾ വിചാരിക്കണം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മൂഡിയായിട്ട് ഇങ്ങനെ ഐ ആം ഡിപ്രസ്ഡ് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ യു ആർ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ യു ഹാവ് ടു പുഷ്. നോബഡി ക്യാൻ പുഷ്, യു ഹാവ് ടു പുഷ്. പിന്നെ അല്ലെങ്കിൽ പല സൈക്കോളജിസ്റ്റിനെ അവരെ പറഞ്ഞാൽ മരുന്ന് കഴിക്കേണ്ടി വരും. അത് നോ, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ പുഷ് യുവർ സെൽഫ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ഇനീഷ്യൽ ഹേർഡിൽസ് ഓഫ് ഡൗട്ട്, ഡിസ്ട്രസ് ആൻഡ് ഡിഫിഡൻസ്. അത് ഡൗട്ട്, ഡിസ്ട്രസ്റ്റ്, ഡിഫിഡൻസ്. ഇതൊക്കെ ശരിയാവോ, ഇതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല, എനിക്കിത് പറ്റില്ല, ഞാൻ ഇങ്ങനെ എന്ന് പറയുന്ന ചിന്ത അത് തട്ടിക്കളയുക. 3 Ds ആണ്: ഡൗട്ട്, ഡിസ്ട്രസ്റ്റ് ആൻഡ് ഡിഫിഡൻസ്. ഇനീഷ്യൽ ഹേർഡിൽസ് കടന്നു കളയാൻ പുഷ്. ഡൗട്ടാണെങ്കിലും സാരില്ല, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ് ചെയ്യുക. അങ്ങനത്തെ ഒരു പുഷ്, സെൽഫ് എഫേർട്ട്, ബൂട്ട് സ്ട്രാപ്പ് ചെയ്യണം. ഗെയിൻ മൊമെൻറ്റം, സ്റ്റാർട്ട് സ്മോൾ, ചെറിയ കാര്യങ്ങളിൽ. ദെൻ അപ്പ് ദി ആൻറ്റി, ടേസ്റ്റ് സക്സസ്. എന്നിട്ട് അത് വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും, അത് അനുഭവിക്കാൻ തുടങ്ങും. അതിൻ്റെ ആ ഒരു ചെറിയ സംഗതി ചെയ്തപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ എനിക്ക് മടിച്ച് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിരിക്കുന്ന സാധനം ഫോഴ്സ്ഫുള്ളായിട്ട് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് അങ്ങോട്ട് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ, അപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങും. ചില മേ ബി ഇറ്റ് ഈസ് അപ്രീസിയേഷൻ ഫ്രം അതർ കോർണേഴ്സ് എക്സെട്ര, ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഫീലിംഗ് ഹാപ്പി. ഓക്കെ ആൻഡ് ദെൻ യു സ്റ്റാർട്ട് പുഷിങ് ആൻഡ് ദെൻ യു ക്യാൻ കിക്ക് സ്റ്റാർട്ട്. അപ്പോഴാണ് അപ്ലൈ യുവർ സെൽഫ്, ഗെയിൻ കോൺഫിഡൻസ് ആൻഡ് ഫെയ്ത്ത്. ദാറ്റ് ഈസ് ദ റിയൽ കിക്ക് സ്റ്റാർട്ട് ദാറ്റ് ഹാപ്പൻസ്. സ്പീഡ് അപ്പ്, become habituated, repeat consciously, be mindful ആയിട്ട് ഇത് ചെയ്യുക. ഗെയിൻ കൺട്രോൾ, it becomes a second nature now. അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ ബ്രൂഡ് ചെയ്യാണ്ട് പെട്ടെന്ന് അത് ചെയ്യാനുള്ള സെക്കൻഡ് നേച്ചറായി മാറും തന്നെ. reveling in the joys of the self. And cruise, no effort needed now, subconsciously melding with self. അതാണ് ഫൈനലി. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ വരും, പക്ഷെ അപ്പം നമ്മളതൊക്കെ all will throw off all these negative things and other kinds of reactions, because we know that it is meaningless, and then we'll start going forward on that without any effort. പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല, സബ് കോൺഷ്യസ് ലെവലിൽ തന്നെ അങ്ങനെ സംഭവിക്കാൻ തുടങ്ങും. സോ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ട് എത്തിക്കുന്നതിനെയാണ് സെൽഫ് ഡയറക്ഷൻ. ആ സെൽഫ് ഡയറക്ഷൻ ത്രൂ സെൽഫ് എഫേർട്ട്. അപ്പോൾ സെൽഫ് എഫേർട്ടിന് ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രോസസ്സാണിത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഈ പറയുന്ന പുഷ്, ഇപ്പോൾ ഇവിടെ തന്നെ ഈ പുഷ് എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പുഷ് ഇതിനെ വീക്കൻ ചെയ്യണം. അപ്പോൾ അറ്റ് ദിസ് പോയിന്റ് ദർ ഇസ് സം സോർട്ട് ഓഫ് കെമിക്കൽസ് ജനറേറ്റഡ് ഇൻ ദ ബ്രെയിൻ ദാറ്റ് ആക്ച്വലി അറ്റാച്ചസ് ടു ദോസ്. അതിനെ NGF എന്ന് പറയും, ന്യൂറൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഗം ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. അത് ജനറേറ്റ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് സെൽഫ് എഫേർട്ട് ഇട്ടിട്ട് പിടിച്ചു നിർത്തി അതിലേക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് മുഴുവനും ജനറേറ്റ് ചെയ്ത NGF മുഴുവൻ ഒരു സ്ഥലത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മൈൻഡ് ഗെറ്റ്സ് ഫോക്കസ്ഡ്, ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് ഗിവ്സ് യു അത് നമ്മൾ ഇനി ഈ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാണ്ട്, നെഗറ്റിവിറ്റിയിലേക്കൊന്നും പോകാണ്ട്, ബ്രൂഡിങ്ങിലേക്കൊന്നും പോകാണ്ട്, ഡൗട്ട്സ് ഇൻഡിസിഷനൊക്കെ ഒന്നും ഇല്ലാണ്ട്, ഡിസ്ട്രസ്റ്റൊക്കെ മാറ്റി നിർത്തി ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ പോകാനായിട്ടുള്ള ഒരു സ്റ്റേറ്റില്ലേ, അതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതാണ് യോഗ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ധ്യാന യോഗ.
and you become subconsciously into that, cruise സ്റ്റേറ്റിലേക്ക് പോകുന്നു. Always never getting trapped in negativity, in brooding, in doubt, in decision. ഒന്നും വീഴാണ്ട് ഓൾവേസ് യെസ് മേ ബി റിസൾട്ട്സ് ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് വി ടേക്ക് ഇറ്റ് വിത്ത് പ്രസാദഭാവ എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് എടുത്തിട്ട് ആൻഡ് വി ആർ പോസിറ്റീവ് ആൻഡ് വി ഗോ ഹെഡ്. അപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് എന്തൊക്കെ അനുഭവങ്ങളുണ്ടായാലും നമ്മൾ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഫ്രെയിമിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളതാണ് എപ്പോഴും. അതാണ് ധ്യാനയോഗം. ആ ധ്യാനയോഗത്തിൽ അപ്പോൾ അതിലേക്ക് പോകാനുള്ള വഴികളാണ് സെൽഫ്ലെസ്നെസ്, നോളജ് ബേസ്ഡ് സെൽഫ്ലെസ്നെസ്, നോളജ് ബേസ്ഡ് റിനൗൺസിയേഷൻ. ആ പ്രോസസ്സൊക്കെ നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അപ്പോൾ ഈ NGF-ൻ്റെ കാര്യം ഓക്കെ വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ ഓൾസോ. ഇത് ബ്രെയിനിൽ നടക്കുന്ന സംഗതിയാണ്, നെർവ് ഗ്രോത്ത് ഫാക്ടർ. വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് എ ലിറ്റിൽ ബിറ്റ് ലേറ്റർ ഓൾസോ. ഇപ്പോൾ ഇന്ന് ടുഡേ വിൽ സ്കിപ്പ് ദാറ്റ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് controlling the emotions and the ideations of your intellect, emotions of the mind, ideations of the intellect, thereby the pranas get controlled, and the pranas then combining with the mind power and intellectual powers make you work in this world in a positive, goal-oriented, higher goal-oriented way. അത് ചെയ്യാൻ നമുക്ക് സഹായിക്കും. അപ്പോൾ അതിൻ്റെ ന്യൂറോ സയൻറ്റിഫിക് ബേസിസിനെ പറ്റിയിട്ട് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ വി വിൽ നൗ ഗെറ്റ് ഇൻ ടു ദ ഫസ്റ്റ് ഫ്യൂ ശ്ലോകാസ് ഓഫ് ദ 6th chapter. എന്തൊക്കെയാണ്? ഒന്ന്, ഫ്രം സെൽഫ്ലെസ്നെസ് ടു റിനൗൺസിയേഷൻ ടു ഫ്ലോ. അതിൻ്റെ ഒരു സമ്മറിയാണ് ആദ്യത്തെ 4 വേഴ്സസ് ശ്ലോകത്തിൽ. അതെന്തൊക്കെയാണ്? ഇഫ് യു പെർഫോം യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് അൺഅറ്റാച്ച്ഡ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രൂട്ട്സ് ഓഫ് ദോസ് ആക്ഷൻസ് ഫോർ പേഴ്സണൽ എൻജോയ്മെൻറ്റ്. അതാണ് അൺഅറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് അബൌട്ട് not depending on the fruits of those actions for personal enjoyment. അതാണ് അൺഅറ്റാച്ച്മെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത്. ദെൻ യു ആർ, അപ്പോൾ ആ റിനൗൺസിയേഷൻ ഉണ്ടെങ്കിൽ യു ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ മെൻ്റൽ സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ. അപ്പോഴാണ് അങ്ങനെ സെൽഫിഷ്നെസ്സിനെ മാറ്റി സെൽഫ്ലെസ് ആയിട്ട് അൺഅറ്റാച്ച്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോഴാണ് യു റീച്ച് എ സ്റ്റേറ്റ് ഓഫ് റിനൗൺസിയേഷൻ ആൻഡ് ആർ കൺസിഡേർഡ് ആസ് എ കർമ്മയോഗി. അങ്ങനെയുള്ളവരെയാണ് കർമ്മയോഗി എന്ന് പറയുന്നത്. ബട്ട് നോട്ട് ഇഫ് യു ഡു നോട്ട് ഹാവ് എനി ഫയർ ഇൻ യു ആൻഡ് ആർ ലേസി. ഞാൻ നേരത്തെ പറഞ്ഞ ഫയറാണത്. ദാറ്റ് ഫയർ ടു ഇഗ്നൈറ്റ് ദ സെൽഫ് എഫേർട്ട്, അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഫയറപ്പ് ചെയ്യണം എന്നാണ് കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങുന്നത്. ദ ഫസ്റ്റ് തിങ് ദറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് വെൻ യു ഗെറ്റ് ഇൻ ടു ദാറ്റ് റട്ട്, തിങ്ക് അബൌട്ട് ദ ഫയർ ഇൻസൈഡ് യു ആൻഡ് inflame it so that it fires up your thinking. That is the first step. Then you become a karma yogi. So it's all about renunciation from detached actions. Then he says renunciation and selfless action are one and the same. നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ. റിനൗൺസിയേഷൻ എന്ന് പറയുന്നത് കർമ്മസന്യാസവും ആൻഡ് സെൽഫ്ലെസ് ആക്ഷൻ, കർമ്മയോഗവും ഒക്കെ രണ്ടും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. യു കനോട്ട് ബിക്കം സെൽഫ്ലെസ്. കർമ്മയോഗി ആവാൻ പറ്റില്ല. എങ്ങനെ? ഇഫ് യു കൻ നോട്ട് റിനൗൺസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ആൻഡ് പ്രിജുഡീസസ് ഇൻ തോട്ട്. നമുക്ക് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സും ആ പറയുന്ന പാർഷ്യാലിറ്റിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സെൽഫ്ലെസ് ആവാൻ സാധിക്കില്ല. സോ ആൻഡ് ഇറ്റ് ഈസ് ദ സെയിം. റിനൗൺസിയേഷൻ ആൻഡ് സെൽഫ്ലെസ് ആക്ഷൻ ആർ ദ സെയിം. സോ നോ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, സെൽഫ്ലെസ് ആക്ഷൻ, ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി വാട്ട് റിനൗൺസിയേഷൻ ഈസ് ഓൾ അബൌട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ, റിനൗൺസിയേഷൻ ഈസ് ഈക്വൽ ടു സെൽഫ്ലെസ് ആക്ഷൻ. പിന്നെ ഇഫ് യു ആർ ഡിസയറസ് ഓഫ് റീച്ചിങ് എ സ്റ്റേറ്റ് ഓഫ് ഇൻസ്പിറേഷൻ, മുനിമാരാവണമെങ്കിൽ ഇതാണ് മുനേർ, സ്റ്റാറ്റസ് ഓഫ് മുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് അബൌട്ട് ബീയിങ് കംപ്ലീറ്റ്ലി യുണൈറ്റഡ് വിത്ത് ദ സെൽഫ് ഓർ ഇൻസ്പയർഡ് ബൈ ദ സെൽഫ്. അപ്പോൾ നമുക്ക് അതിന് ഇംഗ്ലീഷിലുള്ള വാക്ക് ഇൻസ്പിറേഷൻ. അപ്പോൾ ആൻ ഇൻസ്പയർഡ് പേഴ്സൺ ഈസ് എൻ യോഗി, എ മുനി. ഇഫ് യു ആർ ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എന്ത്? വാട്ട്? ഇൻസ്പയർഡ് ബൈ ദ സെൽഫ്. സംബഡി ഹു ഈസ് ഇൻസ്പയർഡ് ബൈ ദ സെൽഫ് ഈസ് എ മുനി. If you are desirous of reaching a state of inspiration, muni, state of identity with the self, practice of selfless action is the means. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൽഫ്ലെസ് ആക്ഷനാണ് അതിൻ്റെ വഴി, അങ്ങനെയൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇഫ് യു ആർ അൺഅറ്റാച്ച്ഡ് ഓൾറെഡി, then equanimity or quiescence of mind is the means. അപ്പോൾ അത് 2 വഴികൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് if you can keep on being motivated by the joys of self and do selfless action, automatically you will actually reach the state of equanimity and quiescence of mind, that which will take you to unattached actions. Renunciation എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കേട്ടതിൻ്റെ സമ്മറി. അപ്പോൾ so that is basically what is being summarized in the first 2-3 slokas. Equanimity of mind to inspiration,
and inspiration leads you to the state of flow എന്ന് പറയുന്ന അടുത്ത്. അപ്പോൾ so when you renounce all likes and dislikes, selfish likes and dislikes, and are not directed by any personal gains as the motive, you are said to have attained a meditative state of mind or state of flow. അങ്ങനെ വരുമ്പോഴാണ് സ്റ്റേറ്റ് ഓഫ് ഫ്ലോയിലേക്ക് നമ്മൾ എത്തുന്നത്. So it is the introduction. So it is all about, selfless actions, or it is all about renunciation, which are both same. But if you are only selfless, keep doing it, and then you will reach a state of equanimity and inspiration. Or if you are already renounced, equanimity is the means to get into that inspired state and the state of flow എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മെഡിറ്റേഷൻ ഈസ്. ഹൂ ഈസ് ദ മെഡിറ്റേറ്റർ? ആർക്കെങ്കിലും ഡു യു തിങ്ക് ഹൂ ഈസ്, നമ്മളിപ്പോൾ മെഡിറ്റേറ്റർ, ഹൂ ഈസ് യുവർ മെഡിറ്റേറ്റർ? ഹൂ ഈസ് ദ മെഡിറ്റേറ്റർ? Can anyone think about that? Who do you think is the meditator and who is the meditated? The object of meditation. What is the object of meditation and who is the meditator? നമ്മൾ ഇപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഇരിക്കാറുണ്ടല്ലേ ഓരോരുത്തർ. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കുന്ന, നമ്മൾ മെഡിറ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദാറ്റ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഹൂ ഈസ് ദ മെഡിറ്റേറ്റർ ആൻഡ് വാട്ട് ഈസ് ദി ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ? Can anyone give BMI is the meditator. BMI is the meditator. And self is the meditator. Absolutely. Right. So, self, the mind is the meditator. Mind is the meditator. Mind is trying to meditate on what? It is trying to meditate on the self, because the self is powering the mind. Self is powering the mind, and the mind becomes the meditator. And what is it doing? It is trying to meditate on the self, the object of meditation. Okay, so അതാണ് നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്. ഇറ്റ് ഈസ് ദ മൈൻഡ് ഇസ് ദ മെഡിറ്റേറ്റർ ആൻഡ് സെൽഫ് ഇസ് ദി ഒബ്ജക്റ്റ് ഓഫ് മെഡിറ്റേഷൻ. ദിസ് ഈസ് വാട്ട് വി ഷുഡ് ആക്ച്വലി ബി ക്ലിയർ അബൌട്ട്. അപ്പോൾ ഇവിടെ ഇറ്റ് ഈസ് അബൌട്ട് ഹൗ ഡു യു മേർജ് ദ മൈൻഡ് ഇൻ ദ സെൽഫ്. ഹൗ ഡു യു മേർജ് ദ മൈൻഡ് ഇൻ ദ സെൽഫ്? ഇനിയിപ്പോൾ അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിനുള്ളതാണ് ഇനി അടുത്ത പ്രോസസ്സ് പറയാൻ പോകുന്നത്. Basically, it is the meditation is the process of basically merging the mind in the self. അതാണ് മെഡിറ്റേഷൻ the result. So how do you do that? How do you merge that? അപ്പോൾ അതിൻ്റെ ഇനി അടുത്ത പറയണം. അതിനാണ് സെൽഫ് ഡയറക്ഷൻ ഈസ് റിക്വയർഡ്. ദാറ്റ്സ് ബേസിക്കലി വാട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണത്? റേസ് യുവർ സെൽഫ് ബൈ ദ സെൽഫ്. ഉദ്ധരേത് ആത്മനാത്മാനം. ഡു നോട്ട് ലെറ്റ് യുവർ സെൽഫ് ബി ലോവേർഡ് ബൈ യുവർ സെൽഫ്. നമ്മളെ കൊണ്ട് നമുക്ക് തിരിച്ചും മറ്റേ താഴത്തുള്ള പാത്തിലേക്കും പോകാൻ പറ്റും. നോ, ഡോണ്ട് ഡു ദാറ്റ്. യൂസ് ദ സെൽഫ് എഫേർട്ട്. റേസ് ഇറ്റ് ടു ദ ഹയർ ലെവൽ. Because you alone are the friend as well as the enemy. അപ്പോൾ when you take up to that white path, self becomes your friend. When it pushes you down the black path, self becomes your foe. Same self. Yourself is your friend if you conquer yourself by yourself. Otherwise, your own self stands in the place of an enemy like an external foe. അത് രണ്ട് ശ്ലോകങ്ങൾ. ഓക്കെ, അപ്പോൾ ഇഫ് you are self-controlled and serene, then your mind will be tranquil, equipoised in heat and cold, in pleasure and pain, honor and disgrace, ever steadfast in the knowledge of the powers of the self. You are said to be inspired in the self. മുനി ആവുന്നത് when you have acquired appropriate knowledge and experience. അപ്പോൾ പറയുന്നുണ്ട് സെവൻത്ത് ശ്ലോകം. You should do that. You should, when you gain knowledge and experience, 8th വേഴ്സിൽ, such that you can see a lump of earth, a stone, gold, etc. as equal. അതാണ് ആ വിഷൻ കിട്ടുന്നത്. ദാറ്റ് നേരത്തെ കഴിഞ്ഞ അധ്യായത്തിൽ ആന, പട്ടിയെ തിന്നുന്നവൻ എന്നൊക്കെ പറഞ്ഞു, ബ്രാഹ്മൺ എല്ലാവരെയും ഒരേപോലെ കാണാമെന്ന്. അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ പറയുന്നത് മാത്രം. ലംബ് ഓഫ് എർത്ത്, എ സ്റ്റോൺ, ഗോൾഡ്, എക്സെട്ര ആസ് ഈക്വൽ. എല്ലാം ഒന്ന് എന്നുള്ള ഇക്വിപോയിസ്ഡ് ആൻഡ് ഇക്വാനിമസ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവന്നു. ഇഫ് യു ആർ ഇൻസ്പയർഡ് ബൈ ദ സെൽഫ് ആൻഡ് യു ഹാവ് അക്വയർഡ് അപ്രോപ്രിയേറ്റ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നമുക്ക് അല്ലെങ്കിൽ ചോയ്സ് ഓഫ് ദ സെൽഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു ഗെയിൻ നോളജ്, റിയൽ നോളജ് ഓഫ് ദ സെൽഫ്, ആൻഡ് ഓൾസോ ഹാവ് ടു എക്സ്പീരിയൻസ് ദാറ്റ് ബ്ലിസ്. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞ് ഈക്വൽ. അതിനാണ് ഞാൻ പറഞ്ഞ സെൽഫ് എഫേർട്ട് ഇഗ്നൈറ്റ് ചെയ്യണം ആദ്യം.
അപ്പോൾ കുറേശ്ശെ അനുഭവിക്കാൻ തുടങ്ങും. അങ്ങനെ അനുഭവം കൂടി വരുമ്പോൾ, എക്സ്പീരിയൻസ് കൂടി വരുമ്പോഴാണ് then you will actually start seeing everything as you earth, stone, gold, etc. as you can. You are ready, you are of steady intellect when you are able to see good-hearted friends, foes, the indifferent, the neutral and hateful, relatives, the righteous and the unrighteous, എല്ലാം ഒരുപോലെ കാണാനായിട്ട് സാധിക്കുന്ന എല്ലാം ഒന്ന്. കാരണം എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ വരുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാവും അപ്പോൾ ശരിയായിട്ട്. ആൻഡ് ദെൻ യു വിൽ സ്റ്റാർട്ട്, യുവർ മൈൻഡ് വിൽ ബി റെഡി ടു അക്കോമഡേറ്റ് ഓൾ ആൻഡ് ദെൻ സീ തിങ്സ് ആസ് ദേ ആർ ആൻഡ് ദെൻ ഗോ അഹെഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ്. സെൽഫ് എഫേർട്ട് ഇട്ടിട്ട് യു ക്യാൻ ആക്ച്വലി ഗോ ഇൻ ടു എ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ്, ഓർ യു ക്യാൻ ആക്ച്വലി ടേക്ക് ടു ദ പാത്ത് ഓഫ് ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. രണ്ടിലേക്കും നമുക്ക് ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. അപ്പോൾ ഇഫ് യു ടേക്ക് the self pushes you into fixed mindset, which is about the intellect mind orientation, BMI controlled, agitated, emotional, likes, dislikes, driven by results, and stagnation, incompetence, and negativity becomes the result. But if you are powering yourself with self-effort into a growth mindset, which is about controlling yourself, self-udaret atmanatmanam, then serene, equanimous, equipoised, knowledge in the self, progress, productivity, and positivity becomes the result. You become a visionary. You see unity in diversity. You become inspired into the state of flow with a steady intellect. But this is what the result of self-direction is. Through practice, persistence, and consistency. That is why it is said appropriate knowledge and experience. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് ഗെയിൻ ചെയ്യണം. അതിന് ഗെയിൻ ചെയ്യാൻ ഈ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് എങ്ങനെ കിട്ടുക? നോളജ് കിട്ടും, എളുപ്പത്തിൽ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വായിക്കുകയോ പറഞ്ഞു തരുകയൊക്കെ ചെയ്യുമ്പോൾ നോളജ് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ട് കാര്യമില്ല. യു ഹാവ് ടു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ഇറ്റ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് ഇറ്റ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? സെൽഫ് എഫേർട്ട്. ബൂട്ട്സ്ട്രാപ്പ് സെൽഫ് എഫേർട്ട് ആൻഡ് ഗെയിൻ ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സ്പീരിയൻസ് ആദ്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്കതിൽ നിന്ന് ഇത് ശരിയാണല്ലോ, കുറച്ച് ടേസ്റ്റ് കിട്ടി. ആ ടേസ്റ്റിനെ ഇങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന് അൾട്ടിമേറ്റ്ലി യു വിൽ സീ എർത്ത്, സ്റ്റോൺ, ഗോൾഡ്, എക്സെട്ര ആസ് ഈക്വൽ. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന സെൽഫ് എഫേർട്ടിൻ്റെ പ്രോസസ്സിൽ കൂടി ഗ്രോത്ത് മൈൻഡ് സെറ്റിലൂടെ പ്രോഗ്രസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് പോസിറ്റിവിറ്റി ടു ബിക്കം ഇൻസ്പയർഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ടു ഗെയിൻ സ്റ്റഡി എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന പ്രോസസ് ആണ് അവിടെ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ ഉദരേതാത്മന എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക? ഉദരേത് ആത്മനാത്മാനം, റേസ് യുവർ ഓൺ സെൽഫ് ബൈ ദ സെൽഫ്. യു ക്യാൻ ഡു ദാറ്റ് ബൈ ഫസ്റ്റ് ഹാർട്ട്, ഹെഡ് ആൻഡ് ഹാൻഡ്സ് ഓൺ ദ സെൽഫ്. അതിന് 3HV വാല്യൂസ് എന്നൊക്കെ നമുക്ക് പറയാം. 3HV, 3H വാല്യൂസ്: ഹെഡ്, ഹാർട്ട് ആൻഡ് ദ ഹാൻഡ്സ്. അത് എല്ലാം ഓൺ സെൽഫ്. ദാറ്റ് ഈസ് ഹെഡ് ഓൺ ദ സെൽഫ്, ഐഡിയാസ് ഓൺ ദ സെൽഫ്, ഇമോഷൻസ് ഓൺ ദ സെൽഫ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്സ്, all your actions directed towards the self, അതായത് മോട്ടിവേറ്റഡ് ബൈ ദ സെൽഫ്. അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് ആദ്യം നമ്മുടെ മാനസിക അവസ്ഥ ഉണ്ടാവണം, കർമ്മയോഗി ആവണം. സോ ദാറ്റ് ഈസ് സിൻക്രണൈസ് ഐഡിയൽസ് ടു ബിഹേവിയർ. ഇപ്പം നോളജ് അക്വയർ ചെയ്തു, ആ നോളജ് അക്വയർ ചെയ്ത് കൊണ്ട് കാര്യമില്ല, അതാണ് ഐഡിയൽസ് ആണത്. ഹൗ ഡു യു ചേഞ്ച് ഇറ്റ് ഇൻ ടു ബിഹേവിയർ, നോളജ്, ദാറ്റ് ഈസ് വാട്ട് റിയലി കൗണ്ട്സ്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് സെൽഫ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. യുവർ ബിഹേവിയർ ഷുഡ് മാച്ച് യുവർ ഐഡിയൽസ്. Knowledge should come with the practice of the experience. Higher the ideals, the better. When ideals drive behavior, there is tremendous growth. Noble ideals are closer to self. Head, heart, and the hand must be synchronized with the ideals. 3HV values. So that is basically the first thing. ഐഡിയൽസിനെ നമുക്ക് ബിഹേവിയർ ആക്കി കൊണ്ടുവരാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി തരാം. അപ്പോൾ നമുക്ക് സെൽഫിൽ തന്നെ വിശ്വാസം വരും. പിന്നെ നെക്സ്റ്റ്, ചൂസ് ദ റൈറ്റ് പാത്ത്. മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് ദ capability to differentiate between what is good and what is pleasant and choose what is good. Choose the best way. അതിന് your aptitudes and attitudes are important. അതിനാണ് കർമ്മയോഗം പറഞ്ഞത് 3-ാമത്തെ അധ്യായം. Efficiency and optimal use of inner powers are best achieved when you go by these parameters. ഈ attitudes നമ്മൾ പറഞ്ഞിരുന്നു, എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്സ് ആണ്, എന്തൊക്കെ ആപ്റ്റിറ്റ്യൂഡ്സ് ഇടൽ ഫാക്ടേഴ്സ് ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ 3-4 അധ്യായത്തിലൊക്കെ കണ്ടതാണ്. റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ് ബാക്ക്ഡ് ബൈ ഇൻഹറൻറ്റ് ആപ്റ്റിറ്റ്യൂഡ്സ് ആർ ഷുവർ ടു ബ്രിങ് ഗ്രേറ്റ്നെസ് ആൻഡ് ഗ്ലോറി. അപ്പോൾ ചൂസ് ദ റൈറ്റ് പാത്ത്, അത് ചൂസ് ചെയ്യാൻ പറ്റണം ഒന്ന്. ആൻഡ് നോട്ട് ഓൺലി ചൂസ് ബട്ട്
be able to renounce the distractions. Karmas, sannyasam. Keep us, അഞ്ചാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. You should never lose sight of your goals, higher goals and ideals. Obstacles on the path are distractions. Differentiate between the good and the pleasant and stick to the good. Never give in to jealousy, envy, greed, and brooding negativity, etc. Keep the focus and determination. Have the strength of willpower to do that. അവിടെ ഈവൻ നരസിംഹം അവതാരം നമ്മുടെ ഉള്ളിലുണ്ടാവുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അനാലജീസ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഓൾ ദോസ് സ്റ്റോറീസ് ആർ യൂസ്ഫുൾ ടു മേക്ക് യു റിമെമ്പർ ദാറ്റ് ദിസ് ആൻഡ് ദെൻ ഹാവ് ദ കോൺഫിഡൻസ് ഇൻ ദ സെൽഫ്, പവേർഡ് ബൈ സെൽഫ് കോൺഫിഡൻസ്. Self-pity, self-condemnation, low esteem, self-esteem, they are all detrimentary for the self, which is infinitely potent ആയിട്ടുള്ള നമ്മുടെ സെൽഫ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അതിൻ്റെ നേരെ എതിരായിട്ടുള്ള ക്വാളിറ്റീസിനെ നമ്മൾ we should never give in to. The infinite self is within. Then manage yourself, should be able to take ownership of your own self-effort. വേറെ ആരും നമുക്ക് തരാൻ പറ്റില്ല, വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യരുത് അതിന് വേണ്ടിയിട്ട്. Do it yourself. Take ownership. Take complete ownership of all that you have to do and achieve. Self-management is essential. You should not be depending on others. Optimize your energies to do that. And stick to the right path. As നേരത്തെ പറഞ്ഞ selecting and then sticking to the keeping out distractions and then selecting and then really taking that right path. Build your success and growth on the foundations of righteousness and legitimacy. Righteousness, truth, compassion, പീസ്ഫുൾനെസ്, സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നൊക്കെ പറയുന്ന ആർ സ്പാർക്സ് ഓഫ് ദി ഇൻഫിനിറ്റ് സെൽഫ്. നമ്മുടെ ഉള്ളിൽ ഈ ഈശ്വരത്തൻ ബ്രഹ്മം നമ്മളുടെ ഉള്ളിലിരിക്കുന്നത് എങ്ങനെയാണ്? ഈസ് ത്രൂ ദിസ് എലമെൻറ്റ്സ് ഓഫ് ട്രൂത്ത്, റൈറ്റിയസ്നെസ്, പീസ് എക്സെട്ര ആൻഡ് നോൺ വയലൻസ് എക്സെട്ര, ശാന്തി എക്സെട്ര, പീസ്ഫുൾനെസ് ആൻഡ് നോൺ വയലൻസ്, അങ്ങനെയൊക്കെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് നമ്മുടെ ഉള്ളിലെ സെൽഫിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് അതൊക്കെ. ബൈ ബീയിങ് റൈറ്റിയസ് യു ആർ ടേക്കിംഗ് ദ പാത്ത്സ് ഓഫ് ദ സെൽഫ്. സെൽഫിൻ്റെ പാത്ത് നമ്മൾ റൈറ്റിയസ്, ആൻഡ് വെൻ യു ആർ റൈറ്റിയസ്, വെൻ യു ആർ ട്രൂത്ത്, വെൻ യു ആർ കമ്പാഷനേറ്റ്, വെൻ യു ആർ പീസ്ഫുൾ, വെൻ യു ആർ നോൺ വയലൻറ്റ്, യു ആർ ആക്ച്വലി ടേക്കിംഗ് ദ പാത്ത് ഓഫ് ബ്രഹ്മൻ. നെവർ ഫോൾ ഇനി അടുത്ത, ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് മെനി പീപ്പിൾ ഡു. നെവർ ഫോൾ ഇൻ യുവർ ഓൺ ഐസ്. യു ക്യാൻ ഫോൾ ഇൻ ദി ഐസ് ഓഫ് അതേഴ്സ്, you can, but you should never fall in the eyes of yourself. That is one thing that is important. If you fall, to fall in the eyes of others is bad. To fall in the eyes of the good, നല്ല ആൾക്കാരുടെ ഇടയിൽ ആരെങ്കിലുമൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നല്ല ആൾക്കാർ നമ്മളെ പറ്റി ചീത്ത പറയുക, അത് കുറച്ചും കൂടി സങ്കടമുള്ള കാര്യമാണ്. ബട്ട് ടു ഫോൾ ഇൻ യുവർ ഓൺ ഐസ് ഈസ് സൂയിസൈഡൽ. നമ്മളെ തന്നെ നമ്മൾ പറയുകയാണ് എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് മോർ ബാഡ് ദാൻ ദിസ്. So it is suicidal. Thus maintaining a clean conscience is important. അപ്പം നമ്മൾ ക്ലീൻ കോൺഷ്യൻസ് ഉണ്ടാവണം. നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സങ്കടം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു വികാരം വരുന്നത്. അപ്പോൾ അത് തെറ്റുകൾ ചെയ്യാണ്ടിരിക്കണം പറ്റണം. യു ആർ ഏബിൾ ടു ദെൻ ലിഫ്റ്റ് യുവർ സെൽഫ് ഫ്രം. അപ്പോൾ ആ ഒരു നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുക, നമ്മളിങ്ങനെ നെഗറ്റിവിറ്റിയിലൊക്കെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ കൈക്കൂലി മേടിക്കണമെന്ന് വാട്ടവർ അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റി ബ്രൂഡിങ് അതിലിരിക്കുമ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എന്താ സന്തോഷം കിട്ടുന്നുണ്ടോ? ബിക്കോസ് യു ആർ ബ്രൂഡിങ്, യു ആർ നോട്ട്, അല്ലെ, യു ആർ സ്റ്റിൽ ഗോയിങ് ഡൗൺ ഓൺലി. സോ ദാറ്റ് ഇസ് സംതിങ് റോങ്. അവിടെ യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദർ ഇസ് സംതിങ് റോങ്. ദാറ്റ് ഈസ് ദ റീസൺ വൈ ഐ എം സ്റ്റിൽ ബീയിങ് നെഗറ്റീവ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഗീത ഈസ് ടെല്ലിങ്. ദെൻ സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്. ദാറ്റ് പ്രോസസ് ഈസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ് as a case study മാതിരി. We will talk about that. How do you do this? How do you do that? Because നമ്മൾ നെഗറ്റിവിറ്റിയിൽ ഇരിക്കുമ്പോൾ പിന്നെ നെഗറ്റീവായിട്ടിരിക്കുകയാണ്. So the result is not this brooding or being in the negative is not helping you. So you have to do something. You have to find your options, do something about it. And then when you start doing something, you will start getting that positive feelings. കുറേശ്ശെ അതിൻ്റെ ഫ്രീഡം, ആ ഫ്രീഡം അനുഭവിച്ചു തുടങ്ങുമ്പോൾ that get bootstrapped and then expand. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതിനു മുമ്പ് നമ്മളുടെ തന്നെ സെൽഫിനെ പറ്റിയിട്ടുള്ളൊരു ബോധം, നോളജ് നമുക്ക് ഉണ്ടാക്കി തരേണ്ടതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഉദരേത് ആത്മന, യു ആർ ഇൻഫിനിറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഇൻഫിനിറ്റ് ആൻഡ് ഇമ്മോർട്ടൽ. Gita tells us that to recognize that and identify with the infinite source of power right within our bosom.
ഈ പോസിറ്റിവിറ്റിയുടെയും എല്ലാ പോസിറ്റിവിറ്റിയുടെയും എല്ലാ ഹാപ്പിനെസ്സിൻ്റെയും റൂട്ട് ഈസ് റൈറ്റ് വിത്തിൻ അസ്. ആൻഡ് ദി പവർ ടു പുട്ട് ഇൻ എഫേർട്ട്, സെൽഫ് എഫേർട്ട് ഈസ് ഓൾസോ വിത്തിൻ അസ്. സെൽഫിൻ്റെ പവറാണത്. വിത്തൗട്ട് ഗെറ്റിംഗ് ഷാക്കിൾഡ് ബൈ ലിമിറ്റേഷൻസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് വിത്ത് the mortal and the finite, body, mind, intellect, pleasures and the things like that, and how you connect with the outside elements, the outside material objects of the world, realize the divine within us and regain the glory of perennial bliss and beatitude. The self can be lifted only by the self. അതുകൊണ്ടാണ് ഉദരേതാത്മന മാനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ. സോ ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഈ മനസ്സിൻ്റെ കണ്ടീഷനിങ്ങിനെ പറ്റിയിട്ട്, കർമ്മയോഗത്തിൻ്റെയും കർമ്മത്തിൻ്റെ നോളജിനെ പറ്റിയിട്ടും, നോളജിൽ നിന്ന് പിന്നെ കർമ്മസന്യാസത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു റിഫൈൻ യുവർ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ട്, സോ ദാറ്റ് ആൻഡ് ദെൻ യു ഗെറ്റ് ഹുക്ക്ഡ് ഓൺ ടു ദ പവർ ഓഫ് ദ സെൽഫ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ ഇനി അടുത്ത കുറച്ച് ശ്ലോകങ്ങളിൽ സഡൻലി യു വിൽ ഫൈൻഡ് ദാറ്റ് Krishna is talking about meditation. അപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് അബൌട്ട് ദ ഫിസിക്കൽ പ്രോസസ് ഓഫ് മെഡിറ്റേഷൻ. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ 4-5 ശ്ലോകം അത് ഇൻസേർട്ട് ചെയ്തേക്കണതാവാൻ ചിലപ്പോൾ ആരെങ്കിലും, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ അനാലജി. സോ ഐ വുഡ് പ്രിഫർ ടു ലുക്ക് അറ്റ് ഇറ്റ് ആസ് എൻ അനാലജി ദാറ്റ് കൃഷ്ണ ഈസ് യൂസിങ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്. ബിക്കോസ് അതുവരെയുള്ള ആൾക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രോസസ്സോ ഈ മെഡിറ്റേഷൻ അങ്ങനത്തെ ഈ ഫിസിക്കൽ പ്രോസസ് ഓഫ് സിറ്റിംഗ് ഇൻ പോസ്റ്റേഴ്സ്, മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ അറിയുന്നത്. ഇന്ന് നമ്മളങ്ങനെ ഇന്നത്തെ ലോകത്തിൽ അങ്ങനെയല്ല. ദർ ആർ ലോട്ട്സ് ഓഫ് അരീനാസ് ഇൻ വിച്ച് വി ആർ വർക്കിംഗ് ആൻഡ് ദെൻ വി നീഡ് ടു ഗെറ്റ് എ ഫ്ലോ, സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇൻ ഓൾ ദോസ് ആക്ഷൻസ് ത്രൂ അവർ മൈൻഡ് കൺട്രോൾ, ഇൻ്റലക്ട് കൺട്രോൾ എക്സെട്ര. ആ ഇൻ്റലക്ട് കൺട്രോൾ, മൈൻഡ് കൺട്രോളിനെ പറ്റിയിട്ടാണ് അർജുനൻ്റെ അടുത്ത് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ അർജുനൻ സഡൻലി കൃഷ്ണൻ പോയിട്ട് ഓക്കെ ദർഭപ്പുല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിരിക്കൂ എന്നൊന്നും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ. ഓർ ഇറ്റ് കുഡ് ബി സംതിങ് ദാറ്റ് വാസ് ആഡഡ് ലേറ്റർ ബൈ സമ്മൺ ഇൻ ടു ദ ആയിരിക്കാം. അപ്പം സോ അതിൻ്റെ ഒന്നും നമ്മൾ നോക്കണ്ട. വാട്ട് ഐ എം ഗോയിങ് ടു ലുക്ക് അറ്റ് ഈസ് എൻ അനാലജി ഓർ എ മെറ്റഫർ വ്യൂ ഓഫ് വാട്ട് ദാറ്റ് എക്സ്പ്ലനേഷൻ ഈസ്. അപ്പം അത് നോക്കാം നമുക്ക്. സോ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, സിൻക്രണൈസ് ഐഡിയൽസ് ടു ബിഹേവിയറിന്റെ അർത്ഥം എന്താ? അത് ഐഡിയാസ് വെച്ചാൽ നമുക്ക് we know about various value systems and we have goals and other things, or ideal behavior എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ബിഹേവിയർ, ഇറ്റ് ഈസ് നോളജ് ഓഫ് വാട്ട് ഐഡിയൽ ഈസ്. അതാണ് നമ്മുടെ ഐഡിയൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഐഡിയൽ. പക്ഷേ ഡു വി റിയലി ലിവ് അപ്പ് ടു ദോസ് ഐഡിയൽസ്? ലിവിങ് അപ്പ് ടു ദോസ് ഐഡിയൽസ്, ദാറ്റ് ബിക്കംസ് യുവർ ബിഹേവിയർ. The physical way in which you reflect this ideal is your behavior. So behavior is something different, whereas your ideal is something different എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകരുതെന്നാണ് ഈ പറയുന്നത്. So you have to be synchronous, matching your behavior to your ideals. അത് അങ്ങനെ ചെയ്യണം. അപ്പോഴാണ് സെൽഫിൻ്റെ പവർ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് പ്രാക്ടീസ്. ഹൗ ഡു യു പ്രാക്ടീസ് ദിസ് ആസ് എ പ്രോസസ്? അതാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് 3 words: restrained, discipline and moderation. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. restrained, discipline and moderation. Through the process of restraining yourself, through the process of discipline and through the process of moderation. അതാണ് now we are going to talk about that. Steadfastness, restrained, environment, health, purity എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം ഒന്ന്. അപ്പോൾ അതിന് യു മസ്റ്റ് പ്രാക്ടീസ് കോൺസ്റ്റൻ്റ്ലി. സെൽഫ് എഫേർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട്? യു മസ്റ്റ് പ്രാക്ടീസ് കോൺസ്റ്റൻ്റ്ലി, ഫോഴ്സ്ഫുള്ളി if you required, keeping the mind steady, remaining in seclusion, controlling the mind and the body, free from seeking pleasurable distractions and having no possessions. Possessions എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈൻഡ് പൊസസീവ്നെസ് അതില്ലാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് സാധിക്കണം എന്നാണ് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താ, വാട്ട് ഇസ് ഇറ്റ് മീൻ? ദ പ്രാക്ടീസ് കൺസിസ്റ്റ് ഇൻ സെറ്റിംഗ് യുവർ മൈൻഡ് ഓൺ ദ സെൽഫ്. യുഞ്ജീത, സെറ്റിംഗ് യുവർ മൈൻഡ് ഓൺ ദ സെൽഫ്. Okay, so how? Constantly, sadadam yunjida. Inspired meaning you are actually becoming private, secluded. You are secluded into the self, not the body, mind and intellect attractions like into the self. Rahasi. Focused, steady, staying fixed. Sthidha, സിംഗിൾ, ഒറ്റയ്ക്ക്, വൺ പോയിൻറ്റഡ്. എന്നുവെച്ചാൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത് മാത്രം ആയിട്ട് എടുക്കരുത്. വൺ പോയിൻറ്റഡ്, ഏകാഗി ചിത്താത്മ എന്നാണ് പറയുന്നത്.
always yada ekagi chittatma, not anxious, not worrying of the future. എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ഡിസയേഴ്സ് നമ്മൾ പറയുന്നില്ല, അതുണ്ടാവാൻ പാടില്ല എന്ന്. നിരാശ ആശ ഉണ്ടാവാൻ പാടില്ല. അൾട്രൂയിസ്റ്റിക്, നോൺ ഹോർഡിങ്, നോൺ ഈഗോയിസ്റ്റിക് എന്നൊക്കെ പറയുന്ന അപരിഗ്രഹ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ് അവിടെ. അതാണ് അവിടെ യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാഗി യഥാ ചിത്താത്മാ നിരാശിർ അപരിഗ്രഹ എന്ന് പറയുന്ന ആ കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6-7 ക്വാളിറ്റീസ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ബീയിങ് സെറ്റ് ഓൺ ദ സെൽഫ്, ബീയിങ് കൺസിസ്റ്റൻറ്റ്, ബീയിങ് ഇൻസ്പയർഡ്, ഫോക്കസ്ഡ്, സിംഗിൾ, നോട്ട് ആങ്ഷ്യസ് ആൻഡ് അൾട്രൂയിസ്റ്റിക് എന്ന് പറയുന്ന ക്വാളിറ്റീസ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ പറ്റണം നമുക്ക്. ദാറ്റ് ഈസ് ദ പ്രാക്ടീസ് ദാറ്റ് യു ഹാവ് ടു ഫോളോ. അപ്പോൾ അതിന് എ ക്ലീൻ ആൻഡ് കണ്ടൂസീവ് എൻവയൺമെൻറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് ഫോക്കസ് ഓഫ് മൈൻഡ് ആൻഡ് കൺട്രോൾ ഓഫ് സെൻസസ് ഈസ് എംഫസൈസ്ഡ്. അതിന് പിന്നെ ഫിസിക്കൽ ബോഡി പോസ്ചർ for specific works should also be taken care of, as well as the focus of mind. And your mind should be serene, fearless, firm and restrained in the pursuit of any goal. ഈ സെൽഫ് എഫേർട്ടിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മാനസിക അവസ്ഥകളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ലൈക്ക് അതിന് അപ്പോൾ അവിടെ അനാലജി ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫേം, മീഡിയം ആയിട്ട് ഇരിക്കണ പൊസിഷൻ, എന്നിട്ട് മെൻ്റൽ ക്ലീൻലിനെസ്. ബേസിക്കലി ഇറ്റ് ഈസ് ഓൾ അബൌട്ട് മറ്റേ ദർഭപ്പുല്ല് വിരിച്ച് അതിൻ്റെ മുകളിൽ മാന്തോല് ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ തുണി വിരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അതാ ഒരു ഫിസിക്കൽ യോഗ പ്രാക്ടീസിൻ്റെ കാര്യം. നമ്മളിവിടെ അതല്ല സംസാരിക്കണം. വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൗ ടു പ്രിപ്പയർ യുവർ മൈൻഡ് ടു സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ്. അപ്പോൾ അതിന് വേണ്ടി സിറ്റ് ആൻഡ് മെഡിറ്റേറ്റ് മീനിങ് ടു ഫോക്കസ് ആൻഡ് ടു ബി ഇൻ സ്റ്റേറ്റ്, ടു എൻറ്റർ ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ. അതിന് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ഫേം, മീഡിയം ഹൈറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അധികം പൊക്കമില്ലാത്തതും പൊക്കം കുറഞ്ഞതും പൊക്കം കൂടുതലും ഇല്ലാത്തതായിട്ടുള്ളൊരു സീറ്റിലിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് സം ഐഡിയൽസ്, ഇൻ്റലക്ച്വൽ ഐഡിയൽസ് വിച്ച് ആർ നീദർ നോട്ട് പോസിബിൾ ഓർ വെരി വെരി ലോ. അങ്ങനെ ഇല്ലാണ്ട് ഒരു ഇൻ്റലക്ച്വൽ സ്റ്റഡിനെസ്, സ്റ്റഡി ആൻഡ് ഫേം, മോഡറേറ്റ്, പ്രാക്ടിക്കൽ, നോൺ എക്സ്ട്രീം കണ്ടീഷൻസ് ഇൻ്റലക്റ്റിനെ കൊണ്ടുവരാൻ പറ്റണം. ഡോണ്ട് ടേക്ക് എനി എക്സ്ട്രീം പൊസിഷൻസ്, ബി ഫ്ലെക്സിബിൾ. ആ കണ്ടീഷനാണ് അവിടെ. ഫേം ആൻഡ് മീഡിയം ഹൈറ്റ്, ഫേം ആയിരിക്കണം, ബട്ട് യു ഹാവ് ടു ബി ഫേം ഇൻ വാട്ട് യു ആർ, ബട്ട് മോഡറേറ്റ്, ഇൻഫ്ലെക്സിബിൾ ആവരുത്. അതാണ് ഇൻ്റലക്ച്വൽ സ്റ്റഡിനെസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് യു ഹാവ് ദ ഗ്രാസ്. ദറ്റ് ഗ്രാസ് ഈസ് ഓൾ അബൌട്ട് ദിസ് മെൻ്റൽ ക്ലീൻലിനെസ്, മൈൻഡ്, സെൻസസ്, വിഡ്രോവൽ, ഫോർബിയറൻസ്, ഫെയ്ത്ത്, ഫോക്കസ്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ സ്റ്റേറ്റ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ദ സ്കിൻ. The physical skin actually talks about the physical cleanliness, health, strength, vitality and skills. You should be, health illatta oral. Can we actually focus on anything? Not possible. So you have to take care of your health, strength and vitality, purity, etc. Physical cleanliness is also important എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആൻഡ് ഓൺ ടോപ്പ് അതിൻ്റെ മുകളിൽ ക്ലോത്ത് വിരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഔട്ടർ ക്ലീൻലിനെസ് പിന്നീട് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഔട്ടർ ക്ലീൻ പുറത്തേക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ, നമ്മുടെ ബിഹേവിയർ, ദ വേ വി ബിഹേവ്, ഐഡിയൽസ് ടു ബിഹേവിയർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബിഹേവിയറിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. പുറത്ത് യുവർ ആക്ഷൻസ് ഷുഡ് ബി വൈറ്റ്, ദ ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് യു ഷോ ഷുഡ് ബി വൈറ്റ്. അതാണ് ആ ക്ലോത്തിൻ്റെ സിംബോളിസം. സോ ദ പ്രിപ്പറേഷൻ ഫോർ ദിസ് പ്രാക്ടീസ്, പ്രിപ്പറേഷൻ ഫോർ ദ പ്രാക്ടീസ് ദാറ്റ് ഈസ് മെൻഷൻഡ് അബവ്, നേരത്തെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഇതാണ്. That you should have intellectual steadiness, mental cleanliness, physical cleanliness and outer cleanliness in the way you act in this outside world. ഇത് 4ഉം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ യു ഗെറ്റ് ഇൻ ടു സെറ്റ് ഓൺ സെൽഫ്, കൺസിസ്റ്റൻറ്റ്, ഇൻസ്പയർഡ്, ഫോക്കസ്ഡ്, സിംഗിൾ, നോട്ട് ആങ്ഷ്യസ് ആൻഡ് അൾട്രൂയിസ്റ്റിക് എന്ന് പറയുന്ന പ്രാക്ടീസ് റെഗുലറായിട്ട് കുറേശ്ശെ സ്റ്റാർട്ട് സ്മോൾ. നേരത്തെ പറഞ്ഞില്ലേ, യു ഹാവ് ടു പുഷ് ആൻഡ് ദെൻ ആ പുഷ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സില്ലേ, ഒരു മോട്ടോർ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ സെൽഫ് എഫേർട്ടിനെ ഉപയോഗിച്ച് ചെയ്ത് നമ്മൾ വി ഷുഡ് ഗെറ്റ് ദാറ്റ് സബ് കോൺഷ്യസ് ഹാബിച്വൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം. Thus having balanced and controlled your mind, you shall attain to the peace abiding in the inner power of the self. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ദാറ്റ് പവർ ഓഫ് ദ സെൽഫ്, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മീയ ശക്തിയെ എനിക്ക് പ്രാപിക്കാൻ സാധിക്കും. ദ പവർ ദാറ്റ് ടേക്സ് യു ടു എ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ,
ലീഡിങ് ടു പെർഫെക്ഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് സബ്കോൺഷ്യസ് ലെവലിലാണ് നമ്മൾ വി ആർ നോട്ട് അഗെയിൻ ഡിസ്ട്രാക്റ്റഡ് ബൈ എനിത്തിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്താം. ആൻഡ് പിന്നീട് 2 ശ്ലോകത്തിൽ കുറച്ച് മോഡറേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ 2 ശ്ലോകങ്ങളൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മോഡറേഷൻ ഇൻ ഈറ്റിംഗ്, മോഡറേഷൻ ഇൻ സ്ലീപ്പ്, ഓർ റെസ്റ്റ്, മോഡറേഷൻ ഇൻ എക്സേർഷൻ അറ്റ് വർക്ക്, എല്ലാം പറയുന്നത്. എല്ലാത്തിനും എക്സേർട്ട് എപ്പോഴും ഫുൾ ഹാർഡ് വർക്കിംഗ് നോട്ട് ഇനഫ്. അത് മാത്രമാവരുത്, യു ഷുഡ് ടേക്ക് റെസ്റ്റ് ഓൾസോ. യു ഷുഡ് ഫുഡിൽ മോഡറേഷൻ വേണം. ആൻഡ് മോഡറേഷൻ ഇൻ റെക്രിയേഷൻ എല്ലാം. അപ്പോൾ റെക്രിയേഷന് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ പറയാം, ചിലപ്പോൾ 5-10 മിനിറ്റ് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ ബിക്കം 2 hours 3 hours ഒക്കെ ആയിട്ട് മാറുമ്പോൾ അത് പാടില്ല എന്നാണ് പറയണത്. റെക്രിയേഷൻ അത് മോഡറേറ്റ് ചെയ്യണം. ടു സച്ച് പീപ്പിൾ അക്രൂവ് ദ മെൻ്റൽ സ്റ്റേറ്റ് ദാറ്റ് ഈസ് നോട്ട് പെയിൻഫുൾ. അങ്ങനെയുള്ളവർക്ക് പെയിൻഫുൾ അല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ പ്രിപ്പറേഷനാണ് ടു ഗെറ്റ് ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇൻ വാട്ട് എവർ യു ആർ ഡൂയിങ്. യു ഹാവ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. അപ്പോൾ അത് സ്ട്രെയിറ്റ്, ഫേം, ഫോക്കസ്ഡ്, റിഫ്ലക്റ്റിംഗ്, നോൺ അൺഡിസ്ട്രാക്റ്റഡ്, unagitated, non-fearing, steadied by the self, mind fully set on the joys of the self as the supreme goal. The knowledge-based, selflessly renounced person of perfection will reach the eternal state of the infinite. So, അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉള്ള ആൾ definitely will reach infinitude. Strategies to manage your whole self, therefore, implies, as a Gita-Intelligence capsule, the self-management is required, through which you self-direct yourself so that you can tap the power of the self-effort, and then bootstrap that code to do whatever you want. The 4-step, അതിനുള്ള അപ്പോൾ ഒരു പ്രാക്ടിക്കൽ കേസ് സ്റ്റഡി. The 4-step process എന്തൊക്കെയാണ്? Be present, be in the present, be self-aware. You should be aware of what is happening around you. Identify the choices, and then identify what choices I have. Intentionally, and then the 4th step is very important. അവിടെയാണ് സെൽഫ് എഫേർട്ട് കൊണ്ടുവരുന്നത്. You know that, this brooding is bad. The negativity is bad, let's say. So you identify what are your choices. Why am I brooding? What are my choices? And then decide which is the better of those options. ഈ brooding, negativity കളയാനായിട്ട് ഇതുള്ളതിൽ. And am I doing that? If you are not doing that, intentionally choose that which is more productive for you. That is the process. അപ്പോൾ അതിൻ്റെ ഒരു actually I'm going to take a HBR case study of this, which is a very, very, very useful and powerful. So we are going to go look at that. Okay, I will be posting this GI plate, so you can have a reference. Strategies to manage your whole self. So be present, be self-aware, identify the choices, and intentionally choose the most productive option. That's the process. So this process, this strategy, have to be mapped to solutions. What is the solution? Solution like to map ചെയ്യണം. അതിന് എന്തൊക്കെയാണ്? Most productive or desirable behaviors are often not aligned with our... First you have to understand that. Most productive or desirable behaviors നമ്മൾ ചെയ്യേണ്ടത് are not often aligned with our habits or our preferences. പലപ്പോഴും അങ്ങനെ ഇരിക്കും. ഞാൻ ഇങ്ങനെ റൂഡ് ചെയ്തിരിക്കുന്നു, പക്ഷെ ശരിക്കുള്ളത് അങ്ങനെയല്ല ചെയ്യേണ്ടത് ആണ്. അത് കറക്റ്റ് സൊല്യൂഷൻ അതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു വാട്ട് ഐ റിയലി ഡു ഓർ വാട്ട് ഐ am practicing preferences. So the 4-step process is be present. What is that? Pay attention to the present, not the past or the future. നേരത്തെ പറഞ്ഞില്ലേ, don't be regretful of the past, don't be anxious of the future and be agitated now, but focus on the present. Be present. Forget about what has happened, forget about what will happen. Those are not in your control. What has happened has happened. It's not in your control. What is going to happen is also not in your control. Yes, you can achieve that control by being in the present and do what is required. Be self-aware. അപ്പം നമ്മൾ ആദ്യം തന്നെ what are you seeing, hearing? പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. This is the process of meditation, okay? This is what meditation is all about. So that your mind and intellect are cleaned. So that you can tap or you can make a rendezvous with the self. സെൽഫുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് എന്ത് ചെയ്യണം? Be self-aware. What are you seeing, hearing, feeling, doing and feeling and
കൺസിഡറിങ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്? യെസ്, take an analytical position of that. Analyze what all, and also what are you considering? എന്നിട്ട് നമ്മളെ എന്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്, എന്നിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, അതും നമ്മൾ അവെയർ ആവണം. ദാറ്റ് ഈസ് ബീയിങ് സെൽഫ് അവെയർ. ആൻഡ് ദെൻ ഐഡൻറ്റിഫൈ ദ ചോയ്സസ്. എന്നിട്ട് നമ്മളെ ചോദിക്കുക, നമ്മൾ തന്നെ ഇത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എടുത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. വാട്ട് നെക്സ്റ്റ്? അങ്ങനെ വാട്ട് ആർ ദ പോസിബിൾ കോൺസിക്വൻസസ്? എന്നിട്ട് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്തു, അപ്പോൾ വാട്ട് ആർ ദ കോൺസിക്വൻസസ്? I brood, I am in the negative. What are the consequences? I will not brood. I will get out of this. No, this is not right. And then what will be the consequences? Think about that. The alternative and the alternatives. Even if you like it or not. The alternatives, അപ്പോൾ നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറയുകയാണ്. വേറെ നമ്മളിങ്ങനെ ഒരു താമര ഇതളിൽ കിടക്കുന്ന വെള്ളം മാതിരി എന്ന് പറയുന്ന മാതിരി ദിസ് ഇസ് നോട്ട് മൈൻ എന്നുള്ള ചിന്തയിൽ ആദ്യം ഞാൻ ചിന്തിക്കുകയാണ്, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നല്ലത് ഇങ്ങനെ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ വേറൊരു വിധത്തിലോ ചെയ്യുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവാം, ഓൾട്ടർനേറ്റീവ്സ്. ആ ഓൾട്ടർനേറ്റീവ്സ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് എനിക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ആയിരിക്കാം, എന്നാലും നമ്മൾ അനലൈസ് ചെയ്യണമൊക്കെ. ഐ ഷുഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദീസ് തിങ്സ്. ആൻഡ് ദെൻ അപ്പോഴാണ് ബീയിങ് മൈൻഡ്ഫുൾ ആൻഡ് സ്റ്റോക്കിംഗ് ദ സെൽഫ് എഫേർട്ട്. ഈ മൈൻഡ്ഫുൾ ആവുക, അതായത് നമ്മളിങ്ങനെ ഈ കനല് കിടക്കുന്ന ഇതിൽ അതിനെ തീ പിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വിറകില്ലേ അതിൻ്റെ മുകളിൽ, അതുമാതിരി നമ്മുടെ സെൽഫ് എഫേർട്ടിനെ നമ്മൾ വിറകി പുറത്തേക്ക് എടുക്കണം ഇൻറ്റൻഷനലി. നമ്മൾ ബിക്കോസ് ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻറ്റൻഷണൽ മെഷീൻസ് നമ്മൾ പറയാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഓക്കെ നമ്മുടെ കമ്പ്യൂട്ടറുകാർ പറയുന്ന ഭാഷയാണത്. ഓക്കെ, ഇൻറ്റൻഷണൽ മെഷീൻസ് നമ്മളൊക്കെ. ഇൻറ്റൻഷൻ, നമുക്ക് എല്ലാ പ്രവർത്തികൾക്കും ദർ ആർ ഇൻറ്റൻഷൻസ്. ബിക്കോസ് വി ബാക്ക്ഡ് ബൈ അവർ തോട്ട് പ്രോസസ്, ഡിസയേഴ്സ് എക്സെട്ര. സോ ഇൻറ്റൻഷണൽ മെഷീൻസ് ആർ. സോ ഇൻറ്റൻഷനലി ചൂസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഓപ്ഷൻ. എന്നിട്ട് അതിൽ ചിന്തിക്കുക, ഇതിൽ ഈ പറയുന്ന 2-3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മൾ കർമ്മയോഗത്തിൽ പറഞ്ഞിരുന്ന മാതിരി ഇറ്റ് ഹാസ് ടു ബി ക്രിയേറ്റീവ്, ഇറ്റ് ഹാസ് ടു ബി പ്രൊഡക്റ്റീവ്, ഇറ്റ് ഹാസ് ടു ബി എൻറിച്ചിങ്. ഇറ്റ് ഹാസ് ടു ബി ക്രിയേറ്റീവ്, പ്രൊഡക്റ്റീവ് ആൻഡ് എൻറിച്ചിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സാധനം എന്താണ്, വിച്ച് വിൽ ജനറേറ്റ് ദ ബെസ്റ്റ് ഔട്ട്കം. നമ്മൾ ചിന്തിക്കുക, ഈവൻ ഇഫ് ഇറ്റ് ഡസ് നോട്ട് കം നാച്ചുറലി ടു യു ഓർ ഈസി ടു യു, ടേക്ക് ദാറ്റ്, ഇൻറ്റൻഷനലി ഡു ദാറ്റ്. അതാണ് അങ്ങനെയാണ് സെൽഫ് എഫേർട്ടിനെ കൊണ്ടുവരേണ്ടത്. സോ സെൽഫ് എഫേർട്ടിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഹാവ് ടു ഡു ദാറ്റ്, ബി ഇൻ ദ പ്രസന്റ്, അനലൈസ് ഇറ്റ് ആൻഡ് ദെൻ ഐഡൻറ്റിഫൈ ദ ചോയ്സസ് ആൻഡ് ഡിസൈഡ് ഇൻറ്റൻഷനലി വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രൊഡക്റ്റീവ് വൺ ആൻഡ് ദെൻ സ്റ്റിക്ക് ടു ഇറ്റ്. ടേക്ക് ദാറ്റ് പാത്ത് ഇറസ്പെക്റ്റീവ് വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് മാറ്റിക്കളയുക. ആൻഡ് റിനൗൺസിങ് യുവർ ടെംപ്റ്റേഷൻസ് ടു ഗോ ആഫ്റ്റർ വാട്ട് ഈസ് യുവർ ഹാബിറ്റ്, ടെംപ്റ്റേഷൻസ്. അതിൻ്റെ പുറകെ പോകാണ്ട് റിനൗൺസ്, കർമ്മസന്യാസം. ആൻഡ് ദെൻ വിത്ത് നോളജ്. അപ്പോൾ ഇതാണ്, ദിസ് ഈസ് ബേസിക്കലി വാട്ട് സെൽഫ്ലെസ്നെസ്, നോളജ് ആൻഡ് റിനൗൺസിയേഷൻ ഈസ് ഓൾ അബൌട്ട്. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ കർമ്മയോഗത്തിൽ പറഞ്ഞ 3 സംഗതി: സെൽഫ്ലെസ്നെസ്, നോളജ് ആൻഡ് റിനൗൺസിയേഷൻ. ഇത് 3ഉം ഇവിടെ വി ആർ അപ്ലൈയിങ് ദാറ്റ് ഇൻ ദിസ് കേസ് സ്റ്റഡി. ആൻഡ് ടു ഡു വാട്ട്? ടു ടാപ്പ് യുവർ സെൽഫ് എഫേർട്ട്, to tap it out and then bring it out into the open. And therefore what is happening is, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന സംഗതികളുണ്ടെന്ന്. റെസ്പോണ്ടിങ് ഇൻ വേസ് നോട്ട് അലൈൻഡ് ടു യുവർ പ്രിഫറൻസസ് ക്യാൻ മേക്ക് യു ഫീൽ, വി മേ ഫീൽ അൺകംഫർട്ടബിൾ ഓർ വി മേ ഫീൽ നോട്ട് അപ് ടു ഇറ്റ് സംടൈംസ്, അൺസ്കിൽഡ് ആൻഡ് അൺപ്ലസൻ്റ് ആയിട്ടൊക്കെ തോന്നും നമുക്ക്. അയ്യോ എങ്ങനെ ചെയ്യണം, കാരണം നമ്മുടെ ഹാബിച്വൽ അല്ല അത്. വി ആർ ഫോഴ്സ്ഡ് ഇൻ ടു നെഗറ്റിവിസം ആൻഡ് ദെൻ ദാറ്റ് ഈസ് അവർ ഹാബിറ്റ്. ബട്ട് വെൻ വി ഡു പോസിറ്റീവ്, നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ സംഗതികൾ ചെയ്യേണ്ടി വരും. അപ്പോൾ വി ഫീൽ അൺകംഫർട്ടബിൾ, അൺസ്കിൽഫുൾ ആൻഡ് അൺപ്ലസൻറ്റ് അല്ലേ? നമ്മുടെ ഹാബിറ്റ്സിനൊക്കെ ഇങ്ങനെ തന്നെയുള്ള ചില സംഗതികളുണ്ട്. അപ്പോൾ നോൺ ഹാബിച്വൽ ബിഹേവിയേഴ്സ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയേഴ്സ് തിങ്കിങ്. യു ഹാവ് ടു തിങ്ക്. അതാണ് അവിടെ ചെയ്തത്. ബി പ്രസൻറ്റ് ആൻഡ് ബി സെൽഫ് അവെയർ. കൺസിഡറിങ് ചോയ്സസ്, ഇവാലുവേറ്റിംഗ്, ഐഡൻറ്റിഫൈങ് ദ ചോയ്സസ്, ഇവാലുവേറ്റിംഗ്, making the choice, selecting it finally through intention, and matching behavior with choice, conforming to it. So the 4 things: analyzing, evaluating, selecting and conforming ideals to behavior. Angane for this to work, that is self effort. Adineyana self effort ennu parayunnathu. This need work and adu cheyanam. That is self effort. Appo what is self effort ennu parayunnathu endana self effort? Self effort, it is all about thinking. It is all about considering the choices. It is about making the right choice, productive choice, and then matching behavior to your choice.
ഇത് ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യുക, ഇൻറ്റൻഷനലി ചെയ്യുക. ദാറ്റ് ഈസ് സെൽഫ് എഫേർട്ട്. ഇങ്ങനെയാണ് ഈശ്വരത്വം, നമ്മുടെ ഉള്ളിലത്തെ ഈശ്വരനെ നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റില്ലാണ് ഈശ്വര അനുഗ്രഹം. ഇത് എവിടെ നിന്നും കിട്ടുന്നതല്ല. ഇറ്റ് ഈസ് ഓൾ റൈറ്റ് ഇൻസൈഡ് us. അങ്ങനെ സോ ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് പേ അറ്റൻഷൻ ടു, ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഐ വിൽ പോസ്റ്റ് ദിസ് സോ യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പേ അറ്റൻഷൻ ടു ഹൗ യു ബിഹേവ്, ഐഡൻറ്റിഫൈ വാട്ട് ഡസ് നോട്ട് വർക്ക് ആൻഡ് വേർ സെൽഫ് മാനേജ്മെൻറ്റ് വിൽ ബി യൂസ്ഫുൾ. വർക്ക് ചെയ്യാത്ത എന്താണ്, അപ്പം നമ്മൾ സെൽഫ് മാനേജ്മെൻറ്റിനെ പറ്റി ചിന്തിക്കണം. അങ്ങനെ ഇത് നമുക്ക് ഹൗ ക്യാൻ വി യൂസ് ഇറ്റ് ത്രൂ ചേഞ്ച് ഇറ്റ് ത്രൂ സെൽഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിന് വാട്ട് ഡു യു ഫീൽ, വാട്ട് ഡു യു വാണ്ട്, ഹൗ ഡു യു ഇൻ്റർപ്രറ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് ഈസ് ഡ്രൈവിങ് യു, ദ ലാക്ക് ഓഫ് അവെയർനെസ് ഇൻ ദ പ്രസൻറ്റ്. എന്താണ് നമുക്ക് ഈ പ്രസൻറ്റ് അതിനെപ്പറ്റി അവെയർനെസ് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? വാണ്ടിങ് ടു ലുക്ക് ഗുഡ് എന്തുകൊണ്ടാണ്? ഈസ് ഇറ്റ് ബിക്കോസ് യു വാണ്ട് ടു ലുക്ക് ഗുഡ് ഇൻ ദി ഐസ് ഓഫ് അതേഴ്സ്? ഈസ് ഇറ്റ് ബിക്കോസ് യു ലാക്ക് സ്കിൽസ് ടു ഡു വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ഡു? Or is it insecurity in some form or the other? Or is it because of misplaced notions about various things, dharma and other kind of things? Or is it because of outdated themes? പല കാരണങ്ങളെ കൊണ്ട് നമുക്കിങ്ങനെ കൺഫ്യൂഷൻ വരാം. അപ്പോൾ അത് അനലൈസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ആൻഡ് മാനേജ് ദ സെൽഫ്. വാട്ട് ഷുഡ് ഐ ഡു? യു ഫൈൻഡ് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ദാറ്റ്. എന്നിട്ട് നമ്മളത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ എനിക്കുണ്ടാവുന്ന റിയാക്ഷനെ പറ്റിയിട്ട് ആലോചിക്കുക. വാട്ട് ആർ യു ട്രൈങ് ടു അവോയ്ഡ് വെൻ യു ഗോ ബാക്ക് ടു ഹാബിറ്റ്സ്? അപ്പോൾ അത് ചെയ്യുക, അതാണ് ശരിയെന്നറിയാം, പക്ഷെ അത് ചെയ്യാണ്ട് മറ്റത് തന്നെ പോകുന്നു. അപ്പോൾ വൈ അത് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്? ഓർ പ്രീ കൺസീവ്ഡ് നോഷൻസിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന്. നൗ യു നോ വാട്ട് യു വാണ്ട് ടു ചേഞ്ച്. അപ്പോൾ നമുക്ക് യു നോ വാട്ട് ഈസ് റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡ്രൈവിങ് യു, നമ്മൾ എന്താണ് ഡ്രൈവ് ചെയ്യുന്നത്. ആൻഡ് ഐഡൻറ്റിഫൈഡ് ഓപ്ഷൻ, ഓൾ ദി ഓപ്ഷൻസ്. തിങ്ക് ഓഫ് കോൺക്രീറ്റ് സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക്. ഓൾഡ് ഹാബിറ്റ്സ് ആർ ഹാർഡ് വയേർഡ് ഇൻ ടു യുവർ ബ്രെയിൻ. പഴയ ഹാബിറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹാർഡ് വയേർഡാണ് ബ്രെയിനിൽ. നീഡ് ടു ക്രിയേറ്റ് ന്യൂറൽ പാത്വേസ്. പുതിയ ഹാബിറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ പുതിയ ന്യൂറൽ പാത്വേസ് ഉണ്ടാക്കിയെടുക്കണം ബ്രെയിനിൽ. ദീസ് റിക്വയർ പ്രാക്ടീസ്. അതിന് പ്രാക്ടീസ് മാത്രമേ ഒറ്റ വഴിയുള്ളൂ. ദർ ഇസ് ഓൺലി വൺ വേ, പ്രാക്ടീസ്. Practice until you can consistently self-manage your behavior. In parallel, explore your reactions to your practice. Parallel ആയിട്ട് അതും ചെയ്യണം. When can you learn? What can you learn from what you are doing? And how you are reacting? That can bolster your continued practice. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഉണ്ടാകുന്നതെന്നൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് മൈൻഡിനെ ഫോക്കസ് ചെയ്ത് സ്റ്റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അതാണ്. Without worrying about the past and of the future and getting into the focus and focusing only on the self. Reflect and repeat. Reflect and repeat consistently with steadfastness. That is basically that is how you can hardwire your new habits, your positivity, your productivity, creativity for the higher goal, your motivations for the self. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള സെൽഫ് എഫേർട്ട് ഉപയോഗിച്ചിട്ട് അതിനെ കൊണ്ടുവരുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. സോ ഇറ്റ് ഈസ് അബൌട്ട് അപ്പോൾ ഇനി ഓക്കെ ഇത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കലായിട്ട് നമ്മളുടെ വർക്ക് പ്ലേസസിലൊക്കെ നമുക്ക് ഉള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ സം പ്രാക്ടിക്കൽ ടിപ്സ് ടു ആക്ച്വലി യൂസ് ദിസ് എന്താണ് സ്റ്റേ ഓൺ ദ ക്രിട്ടിക്കൽ പാത്ത്സ് ഓഫ് യുവർ വർക്ക് എൻവയൺമെൻറ്റ്. ഇത് ഞാൻ കുറച്ച് വർക്ക് പ്ലേസ് മാത്രമായിട്ടുള്ള എക്സാമ്പിൾസ് ആയിട്ടാണ് എഴുതുന്നത്. ഇതുവരെ ഞാൻ ജനറലായിട്ടാണ് സംസാരിച്ചത്. So you can stay on the critical path. എപ്പോഴും the bottom line and the critical path of any company or any organization, if you can focus onto that, help you to focus on the work much better than if you are doing no critical work. So critical work ചെയ്യാണ്ട് സൈഡിലുള്ള വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത്. നേരെ വെച്ച് we know that what we are doing is going to help the product or the organization or the company etc. ഡയറക്ട്ലി കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് വി ഗെറ്റ് മോർ മോട്ടിവേറ്റഡ്. നോട്ട് ഓൺലി വി ഗെറ്റ് മോട്ടിവേറ്റഡ് ആസ് എ സൈഡ് ഇഫക്റ്റ് വി ബിക്കം മോർ ആൻഡ് മോർ കീ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ അത് സോ ഇറ്റ് ഈസ് എ സൈഡ് ഇഫക്റ്റ് ബട്ട് യുവർ മൈൻഡ് ഗെറ്റ്സ് ഫോക്കസ്ഡ്. ദെൻ ഗെറ്റ് ഇൻ ടു എ ഫ്ലോ ബൈ എൻജോയിങ് വാട്ട് യു ഡു ആൻഡ് ഓർ ഫൈൻഡിങ് മീനിങ് ഇൻ യുവർ വർക്ക്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ പറ്റുക, നമ്മൾ ഈവൻ ഇഫ് യു ആർ ഡൂയിങ് തിങ്സ് ദാറ്റ് are obviously and immediately if you look at it, it is not connected to the
critical path. But you are given that responsibility to do certain things. അങ്ങനെ ചെയ്യാനാണെങ്കിൽ പോലും അത് ക്രിട്ടിക്കൽ പാത്തിൽ അല്ലാത്തത് കാരണം ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും. അപ്പോൾ സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇസ് നോട്ട് ദ സൊല്യൂഷൻ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് എൻജോയിങ് വാട്ട് യു ഹാവ് ടു ഡു. അതൊന്ന് അത് അപ്പോൾ എളുപ്പം പറയാം, അത് പറയാം, അതൊക്കെ എത്ര എളുപ്പത്തിൽ പറയാം, പക്ഷേ ബുദ്ധിമുട്ടാണ്. കറക്റ്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട് എൻജോയിങ്. സോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ആൻഡ് ഓർ ഫൈൻഡിങ് മീനിങ് ഇൻ യുവർ വർക്ക്. അപ്പം നമ്മൾ ചെയ്യുന്ന അൺകണക്റ്റഡ് ആണെന്ന് നമ്മളിപ്പോൾ വിചാരിക്കുന്ന നമ്മളുടെ ജോലി, അതിനുള്ള മീനിങ് കണ്ടെത്താനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടാവണം. ഹൗ ഡു യു കണക്ട് ഇറ്റ് ടു ദ ബോട്ടം ലൈൻ? അതിന് നമ്മൾ വി ഹാവ് ടു ഡു അവർ റിസർച്ച്, അനലിറ്റിക്കൽ, അതിൻ്റെ ഓപ്ഷൻസ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൽ ചെയ്യാവുന്നതാണത്. ഓപ്ഷൻസ് എന്നുണ്ട്, ഓപ്ഷൻസിൽ എന്തൊക്കെ ചെയ്യാം, എനിക്കിഷ്ടമല്ലാത്തത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ചെയ്യണം, ബട്ട് ദാറ്റ് യു ഹാവ് ടു ഡു. അങ്ങനെ ഉള്ളൊരു ഒരു പ്രോസസ്സിലേക്ക് കിടക്കുക. Then create a work environment that provides enough mental space to concentrate. അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ വർക്ക് പ്ലേസിൽ അവിടെ നമ്മളുടെ റൂം, ഓഫീസ്, ടേബിൾ ഓർ വാട്ട് എവർ and other conditions, for example, make sure that you create a conducive environment, including, for example, putting your mobile phone on silent mode, etc. are part sometimes. എൻവയൺമെൻറ്റ് പെട്ടതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടെ ബീപ്പ് അടിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോക്കസ് പോകും. നമ്മളുടെ അങ്ങനത്തെ ചെറിയ സംഗതികൾ വരെ നമുക്ക് നോക്കാവുന്നതാണ്. അലോക്കേറ്റ് ഇമെയിൽ ടൈംസ്, ടെലിഫോൺ സൈലൻസിങ് ടൈംസ്, 0 hours when no one disturbs you, etc. as part of your personal schedule based on your productivity patterns. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഓഫീസിലൊക്കെ. Then your networks are larger environment in which you operate. Nourish them. നമ്മുടെ നെറ്റ്വർക്ക്സ്, കണക്ഷൻസ്, they are the larger environment. നമ്മുടെ ഓഫീസ്, റൂം, ഇമ്മീഡിയറ്റ് ടീം മെമ്പേഴ്സ്, അതാണ് നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ബോണ്ടിലേക്ക് ഇനി കണക്ഷൻസ് ഉണ്ട്, വേറെ കണക്ഷൻസ്. ദാറ്റ് ഇസ് എ ലാർജർ ഓഫീസ് എൻവയൺമെൻറ്റ്. New entrants into your profession, for example, especially, should seek mentors and nourish their contacts. Develop knowledge networks that can provide you with critical support in times of need. Networking and aspects on for which proactively be helpful to others. അപ്പം ആദ്യം തന്നെ ഹെൽപ്പ് ചെയ്യാൻ മറ്റുള്ളവരിൽ നിന്ന് ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊരു നല്ല അപ്രോച്ചാണ്. ഫോളോ എറ്റിക്കറ്റ്സ് ഓഫ് നെറ്റ്വർക്കിംഗ്. വി ഹാവ് സീൻ ഓൾ ദീസ് നെറ്റ്വർക്കിംഗ് ആസ്പെക്ട്സ് നമ്മൾ കർമ്മത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയപ്പോൾ. Being polite in seeking help, acknowledging the knowledge of knowledge sources, and seeking prior appointments, weed and seed as needed. ആവശ്യമില്ലാത്തത് കളയുക. Develop procrastination busting work habits. Never put off work, important work, difficult tasks or uninteresting work. അതൊന്നും നമുക്ക് അൺഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആണ് അതുകൊണ്ട് മാറ്റി നിർത്തുക. നെവർ ഡു ദാറ്റ്. ഇഫ് ഇറ്റ് ഈസ് സംതിങ് ഇസ് ഡിഫിക്കൽട്ട് ആൻഡ് യു ഹാവ് ടു ഡു ഇറ്റ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു ഇറ്റ്, സ്റ്റാർട്ട് ഡൂയിങ് സംതിങ്. നേരത്തെ പറഞ്ഞ പോലെ പുഷ്, സെൽഫ് എഫേർട്ടിനെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർ തള്ളണ ആലോചിച്ചാൽ മതി, തള്ളിക്കൊടുക്കുക, സെൽഫ് എഫേർട്ട് ഇട്ടിട്ട്. ജസ്റ്റ് ബിക്കോസ് യു ഡു നോട്ട് ലൈക്ക് ദം, ഡോണ്ട് സ്റ്റോപ്പ്. ഓൾവേസ് ഹാവ് എ പ്രയോറിറ്റൈസ്ഡ് ടു ഡു ലിസ്റ്റ് ആൻഡ് കീപ്പ് വർക്കിംഗ് ഓൺ ദം. ദിവസവും രാവിലെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. അത് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് ചെയ്ത് തീർക്കേണ്ടത് അതെല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്രയോറിറ്റി ഉണ്ടാക്കുക. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതിൻ്റെ ലിസ്റ്റ് ആ ഓർഡറിൽ എഴുതി വയ്ക്കുക. And then start doing the first one, top priority, first one. I will not procrastinate it. Immediately start doing it. Push. കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക, സെൽഫ് എഫേർട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആ ഒരു പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കുക. ഇതാണ്, ദിസ് ഈസ് സം പ്രാക്ടിക്കൽ ടിപ്സ് ടു ഗെറ്റ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ഇൻ വാട്ട് എവർ യു ആർ ഡൂയിങ്. ഇതാണ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻ പ്രാക്ടിക്കൽ ടേംസ്, സോ ദാറ്റ് യു ക്യാൻ സക്സീഡ്. അത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന പ്രിപ്പറേഷൻസാണ് നമ്മൾ ഇത്രയും നേരം കേട്ടിരുന്നത്. ഇനി അതിൻ്റെ ഒരു ഇതിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുന്ന അതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. യൂണിയൻ വിത്ത് സെൽഫ് ഓഫ് ദുഃഖ സംയോഗ വിയോഗം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അടുത്ത ഒരു 3-4 ശ്ലോകങ്ങളിൽ പറയുന്നത്. വെൻ യു എത്ര 6:18 മുതൽ 6:23 വരെയുള്ള കണ്ടീഷനിൽ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. Which I thought I would finish now, but I think because we are running out of time, it is already 8 o'clock, I think we will stop at this point. And then I will take this up as part of next week, where we will also be looking at this. Okay, we will be also looking at, this we will see at next class. So also be looking at state of flow, part 2, repeated practice, results of the state of flow, difficulties in controlling mind, characteristics of mind, causes of restlessness, how to cross these difficulties, and mindful living. That's അടുത്ത ആഴ്ച. So we'll start with the Dukkha Samyoga Viyogam, and then we will have this part 2 also. അടുത്ത class. Yeah. So that's
Okay, so before we go into questioning mode, we will stop with our prayer and then we'll go back to. पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ